ധോണിയുടെ കൂടെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കോവിഡ് ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റി. കഥ ബുക്കിൽ അദ്ദേഹത്തിനൊക്കെ നമ്മളോടുള്ള ഒരു സ്നേഹവും ഒരു മലയാളികളോടുള്ള സ്നേഹമൊക്കെ നമ്മളോട് പങ്കുവെക്കുമ്പം മലയാള സിനിമയെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ. ആദ്യമായി ചെയ്യുന്നത് ടൈറ്റൻ വാച്ചിൻ്റെ ആഡാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ വരെ പരസ്യം ചെയ്തു. ഇന്റർനാഷണൽ ഒരു ആഡ് ചെയ്തു, ഐഡിയയുടെ ആഡ്. നെസ്ലയുടെ 100 years ഓഫ് നെസ്ലെ എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഇറങ്ങി. ഇപ്പോഴും ഞാൻ ചെയ്ത കോൾഗേറ്റ്, സാമന്തയുടെ ഒക്കെ കൂടെ ചെയ്ത ആഡൊക്കെ റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പാമ്പേഴ്സ് അങ്ങനത്തെ ആഡ്സ് അല്ല. കുറേ അന്നത്തെ ആർട്ട് ഫിലിം മേക്കേഴ്സ് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. ഈ ഒരു 2008 മുതൽ ഒരു കോവിഡ് വരെ ഒരു മാസം ഒരു 4 പരസ്യം വെച്ചിട്ടാ. 500 ആയിട്ടില്ലേലും ഏകദേശം ഒക്കെ അത്രയായി. പരസ്യം എന്ന് പറയുന്നത് അന്നു മുതലേ ഒരാൾ പറഞ്ഞിട്ടല്ല പരസ്യം കിട്ടുക. ഒരു നാഷണൽ ആഡ് ആണെങ്കിലും നമ്മൾക്ക് അവർ ആ ഒരു ഡെമ്മി സ്ക്രിപ്റ്റ് അയച്ചു തരും. നമ്മൾ അഭിനയിക്കും ആ ക്യാരക്ടറായിട്ട്. അതൊരു ഇച്ചിരി വലിയ മെനക്കെട്ട പ്രോസസ്സാണ്. അതാരും അങ്ങനെ ഇപ്പോഴത്തെ പോലെ അത്ര ഈസി അല്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല നാഷണൽ ആഡ്സ് ഒന്നും ഈസി ആയിട്ട് ആർക്കും കൊടുക്കുമെന്ന്. അവരുടെ ആ സ്ക്രിപ്റ്റ് ഫുൾ അഭിനയിച്ച് നമ്മൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് അവർക്ക് അയക്കണം. അതിൽ നിന്നാണ് നമ്മളെ ചൂസ് ചെയ്യുക. വർമ്മ സാറിനെ എല്ലാവരും തുടരും സിനിമയിലൂടെ പറയുമ്പോൾ ഞങ്ങളൊക്കെ എത്രയോ മുമ്പ് ഒരു ആരാധിക അല്ലെങ്കിൽ ആയിരുന്നു ഞാൻ. അത്രയ്ക്ക് നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് അദ്ദേഹം. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ കൂടെ, ലെജൻസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മുതൽ എനിക്ക് സിനിമയിൽ നിന്നൊക്കെ ഓഫേഴ്സ് വരുമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ സിനിമയോട് ഒട്ടും അഭിനയിക്കാൻ പോകുന്നതിനോട് ഇഷ്ടമില്ലായിരുന്നു. പഠിക്കണം എന്നായിരുന്നു. ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കറങ്ങി തിരിഞ്ഞു വരുമെന്ന്. ഇൻഡസ്ട്രിയിൽ ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മീൻസ് കള്ളത്തരല്ലേ. അതെന്തുകൊണ്ടെന്നാൽ ആദ്യമേ എന്നെ ആ ഒരു പേടി തട്ടിയിട്ടുണ്ട് എനിക്ക്. ഡബ്ബിങ്ങിൻ്റെ ടൈമിൽ ഒരു ഡബ്ബിങ്ങിന് ഞാൻ ചെല്ലുമ്പോൾ ചെയ്യേണ്ടെന്ന് പറയുന്ന ആ സമയം നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പോകുകയല്ല, വണ്ടിയിൽ തന്നെ കാര്യം. സങ്കടം വരും. എനിക്ക് ആ സിനിമ ഒരു അവാർഡിന് കഴിഞ്ഞപ്പോൾ അവാർഡിന് അയച്ചു എന്നറിഞ്ഞു. കാണുന്നുണ്ട്, ആൾക്കാർ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവസാന റിസൾട്ടിന് 1 മണിക്കൂർ മുമ്പേ ഈ സിനിമ 100-ൽ പോലും വന്നില്ല, ആരും കണ്ടില്ല എന്നറിഞ്ഞപ്പം നന്നായി എനിക്ക് വിഷമം. ഈ ജൂറി കണ്ടില്ല എന്നറിഞ്ഞതിൽ ഒരുപാട് സങ്കടം ഉണ്ടായി. എൻ്റെ വിഷമം കുക്കു ചേച്ചിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറയുന്നത് ആശ അതിങ്ങനെ ഉണ്ടാവും, നമ്മൾ വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതുകൊണ്ടാണ് ആശനെ അത് മനസ്സിലേക്ക് ഇത്രയും വിഷമമായിട്ട് വന്നത്. എപ്പോഴും സിനിമ ചെയ്യുന്നവർക്ക് അങ്ങനെ. ഞാൻ പറഞ്ഞു ശരിയാ ചേച്ചി. അങ്ങനെ ഒരു പ്രോപ്പർ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്ത ഒരാളാണോ? ഞാൻ ഒട്ടും PR വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ആൾക്കാർ എന്ത് വിചാരിക്കും ആ ഒരു ചിന്ത എനിക്ക് ഭയങ്കരമുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോസ് മസ്റ്റ് കാണണം. Cinema often celebrates noise, but some journeys are written in silence. Today on Shine with Nalin, I am with an actress who didn't chase the spotlight, yet never disappeared from our hearts. From advertising screens to powerful, grounded performances in Malayalam cinema, her journey is about patience, faith, and inner strength. She represents a generation of women who balance ambition with dignity and reinvention with humility. This is not just a conversation about films, it's about life, belief, and staying true in an ever-changing world. So welcome Asha Aravind. Thank you. പ്രോഗ്രാംസ് കാണാറുണ്ടോ? തീർച്ചയായും കാണാറുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെത് ഈയിടെ വാച്ച് ചെയ്തു. ദിനേശ് ഏട്ടൻ, മണികണ്ഠൻ, അവരുടെയൊക്കെ. അപ്പോൾ ആശാജിയെ പറ്റി ഞാൻ അറിഞ്ഞത് ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് തന്നെ 200ഓളം അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു അഡ്വർടൈസിങ് ഇൻഡസ്ട്രി എന്നാണല്ലേ? അതെ. ഞാൻ ആദ്യമേ ഒരു റിയാലിറ്റി ഷോയാണ് ആദ്യം ചെയ്തത്, ബെസ്റ്റ് ആക്ടർ, അമൃത TVയുടെ. അതുവഴി പിന്നെ ആ സമയം എൻ്റെ കുട്ടി ഉണ്ടാകുന്ന അതിനൊക്കെ വേണ്ടി ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ ആദ്യമായി ചെയ്യുന്നത് ടൈറ്റൻ്റെ ആഡാണ്. ബാംഗ്ലൂരിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ബാംഗ്ലൂർ എയർപോർട്ടിൽ. അപ്പം ആദ്യമായി ചെയ്യുന്നത് ടൈറ്റൻ വാച്ചിൻ്റെ ആഡാണ്. അപ്പം അതിൽ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഏജൻസിയാണ്. അപ്പം അവിടെ നിന്ന് ഞാനൊരു നമ്മുടെ മലയാളിയെ പരിചയപ്പെടുക, ഇതിൻ്റെയൊക്കെ മെയിൻ ഡബ്ബ് മലയാളത്തിലേക്ക് ചെയ്യുന്ന ഒരു അങ്കിളിനെ പരിചയപ്പെട്ടു. ഒരു പ്രായമുള്ള അങ്കിളാണ്.
ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഈ അഡ്വർടൈസിങ് അതെ അതെ. അപ്പം അദ്ദേഹത്തിന് ദിനേശ് ചേട്ടനെ നല്ല പരിചയമാണ്. അപ്പം ദിനേശ് ചേട്ടനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. നാട്ടിൽ പോകുമ്പോൾ പരിചയപ്പെടണം, നാട്ടിൽ ആർട്സ് ഒക്കെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിനേശ് ചേട്ടനെ അദ്ദേഹം എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ ഒരുപാട് ആർട്സ് ചെയ്യാൻ തുടങ്ങിയത്. അതിനകത്ത് ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പരസ്യത്തിൻ്റെ ഇൻഡസ്ട്രിയിൽ. അന്ന് ദിനേശ് ചേട്ടൻ അവർ 3 പേരും ഒന്നിച്ചായിരുന്നു, ജിസ്മോനെ, സിജോയ്, ദിനേശ്. ആ സമയമാണ് 2010-9 ആ ടൈമിൽ. അപ്പോഴാണ് എൻ്റെ തുടങ്ങുന്നതിൻ്റെ അഡ്വർടൈസ്മെന്റിന്റെ ഒരു മാലപ്പടക്കമായിരുന്നു. അതെ അതെ. ആ സമയം അത്രയും ആൾക്കാരെ, പ്രത്യേകിച്ച് ഒരു മലയാളിത്തുള്ള മുഖം വേണമെന്നും നമുക്ക് അങ്ങനെ കുറവായിരുന്നു അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ. അപ്പം ഞാൻ നാഷണൽ ആർട്സും ചെയ്യുന്നുണ്ട്, നോർമൽ നമ്മുടെ നാട്ടിലുള്ള ആർട്ടും ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക്കലി ആ സമയം ബാംഗ്ലൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണോ ഇത് ചെയ്തത്? ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ മോളുണ്ടായ ശേഷം ഞാൻ ജോലിയിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്ത് ഒരു 6 monthsന് ശേഷമാണ് ഈ നാട്ടിലുള്ള പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ബാംഗ്ലൂരാണോ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ആയിരുന്നു ആ സമയം. അതിനുശേഷം ഞങ്ങൾ മസ്കറ്റിലേക്ക് ഒക്കെ മാറി. എങ്കിലും ഞാൻ മസ്കറ്റിൽ നിന്ന് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് മോളെ സ്കൂളിൽ ചേർക്കേണ്ട സമയം ഇപ്പം നാട്ടിൽ പിന്നെയും സെറ്റിൽ. പഠിച്ച വളർന്നു, നമുക്ക് കാലഘട്ടത്തിലേക്ക് പോകാം, സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകാം അല്ലേ? അതെ അതെ. നാട് പുതുപ്പള്ളിക്കടുത്ത് തോട്ടയ്ക്കാട്. ചേട്ടൻ നല്ല പരിചയം ഉണ്ടാവുമല്ലോ. നമ്മളുടെ സ്വന്തം നേതാവിന്റെ സ്ഥലമാണല്ലോ പുതുപ്പള്ളി അല്ലേ? മനുഷ്യരുടെ മനസ്സ് കീഴടക്കിയ ഒരു വലിയ നേതാവിന്റെ സ്ഥലം, ഉമ്മൻചാണ്ടി സാറിന്റെ സ്ഥലമാണ്. അപ്പം സ്കൂളൊക്കെ എവിടെയായിരുന്നു? ഏതായിരുന്നു സ്കൂളിന്റെ പേരെന്തായിരുന്നു? സെയിന്റ് തെരേസാസ് നെടുങ്കുന്നം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, കറകച്ചാലിനടുത്ത്. ഞാൻ പഠിച്ച സ്കൂൾ ഒരു ലേഡീസ് സ്കൂളാണ്, ഗേൾസ് ഒള്ളിയാണ്. അതെ അതെ. അതിനുശേഷം പ്രീ ഡിഗ്രിയാണ് ഞങ്ങളുടെ സമയം. പ്രീ ഡിഗ്രി തീരുന്ന ആ ഒരു സമയം BK കോളേജ് അമലഗിരി, ബിഷപ്പ് കുര്യാളശ്ശേരി, MG യൂണിവേഴ്സിറ്റിയോട് വളരെ അടുത്തുള്ളൊരു, അതും ഗേൾസ് ഉള്ളിയാ. അവിടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആവുന്നതും കലയായിട്ടൊക്കെ ഡാൻസ് കാര്യങ്ങളെല്ലാം. സ്കൂൾ കാലഘട്ടത്തിൽ ഡാൻസ് ചെയ്യുമായിരുന്നു കൂടുതലും. ഞാൻ കുറച്ചുകൂടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ എല്ലാ വ്യക്തികളെ ഒന്നിച്ചു കൂട്ടി നമ്മൾ ഈ കലോത്സവത്തിന് കൊണ്ടുപോവുക. ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഗൈഡ് ചെയ്യുമായിരുന്നു? എൻ്റെ അച്ഛനും അമ്മയും ആകെ എന്നോട് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു ഹ്യൂമനായിട്ട് വളരുകയെന്ന്. അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരാണ്. ഞങ്ങളെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഗൈഡൻസ് ഒന്നും തന്നിട്ടില്ല. നന്നായി പ്രാർത്ഥിക്കണം, എപ്പോഴും നല്ലൊരു വ്യക്തിയായിരിക്കണം, ഒരു എത്തിക്സ് ഉണ്ടാകണം നമ്മുടെ ക്യാരക്ടറിൽ എപ്പോഴും. അതൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ നൃത്തം വന്ന് ചേർന്നത്? അത് ഞാൻ കുഞ്ഞിലെ മുതലേ ഞാൻ ഒരു ഗുരുവിൻ്റെ അണ്ടറിലൊന്നും അത്ര പഠിച്ചിട്ടില്ല. ഞാൻ കുഞ്ഞിലെ മുതലേ തന്നെതാനെ കളിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ട ഒരു ഓമൻ ടീച്ചർ അങ്ങനെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. താങ്ക് യു അല്ലേ? കാരണം ആ ഓമന ടീച്ചർ ഡിസ്കവർ ചെയ്തു. ഇപ്പം പണ്ട് ധോണിയെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ധോണിയെ ഒരു ക്രിക്കറ്റിലേക്ക് ഡിസ്കവർ ചെയ്തൊരു കോച്ചുണ്ടല്ലോ, പുള്ളിയാണല്ലോ എന്തെന്ന് പറഞ്ഞാലും നമ്മളെ ലൈഫ് മാറ്റിമറിക്കുന്നത്. അപ്പോൾ ഈ ഓമന ടീച്ചറാണ് ആദ്യമായി പഠിപ്പിക്കുന്ന അമ്മിണി ടീച്ചർ. പിന്നെ സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു ഓമൻ ടീച്ചർ, ഈ സെന്റ് തെരേസസിൽ പ്രദീപ് സാറും. അവരും ഒക്കെ ഞാൻ ഈ അന്ന് മാർഗം കളിയൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ ഒരു സ്കൂളാണ് സെന്റ് തെരേസസ്. അപ്പം മാർഗം കളി കോമ്പറ്റീഷനാണ് ഏറ്റവും കൂടുതൽ സബ് ജില്ലാ തലത്തിലൊക്കെ പോകുന്നത്. അത് കളിക്കുന്ന കാണുമ്പോഴാണ് ഇവരെന്നെ ക്ലാസിക്കലിലേക്കൊക്കെ കളിക്കാൻ വിളിക്കുക. പിന്നെ ഞാൻ ഈ ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ ഒരു ഇച്ചിരി മടിച്ചിയാണ്. ഇടയ്ക്ക് വെച്ചൊക്കെ അത് ബ്രേക്കാക്കി. പ്രോത്സാഹനം എന്ന് പറയുന്നത് ബേസിക്കലി സ്കൂളിൽ നിന്ന് കെട്ടി തുടങ്ങാണ്. അതെ അതെ. അങ്ങനെ നമ്മൾ കോളേജിൽ എത്തുകയാണ്. അതെ അതെ. ഈ സ്കൂൾ ജീവിതത്തിൽ എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഫുഡി ആയിരുന്നോ? ഞാൻ പൊതുവെ അങ്ങനെ ഭക്ഷണം ഒത്തിരി ഫുഡി അല്ല. നാടൻ വിഭവങ്ങളോടാണോ ഇഷ്ടം? അതെ അതെ. നമ്മുടെ നാട് എന്ന് പറയുന്നത് കപ്പ ബിരിയാണി, മീൻകറി, അതൊക്കെയാണ് കൂടുതൽ. നമ്മളുടെ അവിടെ കപ്പയാണ് പ്രധാന ഒരു വിഭവം ചോറ് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. ആശ കുക്ക് ചെയ്യോ? ഞാൻ കുക്ക് ചെയ്യും. ഏത് ലൈനിലാണ് കൂടുതൽ? ചിക്കനാണോ, ബീഫാണോ, സീ ഫുഡാണോ, അതോ എല്ലാം ഒരു? ഞാൻ നോൺ വെജ് ആണ് കൂടുതൽ ചെയ്യുക. അതിനകത്ത് ബീഫും ഫിഷും ആണ് നന്നായി ചെയ്യുക. ഇതിനു വേണ്ടി തനി ഫാൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മയുടെ ഒരു ഫേമസ് ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണി. അപ്പോൾ അമ്മ ഇങ്ങനെ ടി വിയിലൊക്കെ ഓരോരുത്തർ കപ്പ ബിരിയാണി വെക്കുമ്പോൾ പറയും, ഇവരൊക്കെ എന്തിനാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നേ എന്നൊക്കെ ചോദിക്കും. ശരി, അമ്മ ഒന്നും ചേർക്കാതെ ഭയങ്കര ടേസ്റ്റാണ് കപ്പ ബിരിയാണിക്ക്. എന്തായാലും ഒരു ദിവസം പറഞ്ഞു കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ അതിനൊരു പിക്കിളും ഉണ്ട്, ഒരു ലെമൺ പിക്കിള്.
ആ ലൈം പിക്കിൾ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ കൂടെ അത് രണ്ടും കൂടെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അതിന് വലിയ തേങ്ങ ഒന്നും ചേർക്കത്തില്ല, ഇഞ്ചി ചേർക്കില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു, അവിടെ മാത്രമേ അത്രയും ടേസ്റ്റി ബീഫും കിട്ടുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാക്കി നോക്കി അങ്ങനെ, പക്ഷെ അത്രയും അങ്ങോട്ട് വരുന്നില്ല. പുതുപ്പള്ളിയിലാണ് ഏറ്റവും നല്ല ബീഫ് കിട്ടുന്നതെന്നാണ് ആശ പറയുന്നത്. പുതുപ്പള്ളി തെങ്ങണ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ബീഫ് വാങ്ങി. ഞാൻ വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് വരണം. അതെ അതെ. ഇപ്പൊ കുട്ടിക്കാലത്ത് ടിഫിനും ഒക്കെ ആയിട്ട് പഠിക്കാൻ പോകുമല്ലോ, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുമ്പം ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് അമ്മയാണ് ഞങ്ങൾക്ക് ടിഫിൻ ബോക്സ്, ഞങ്ങൾ 3 കുട്ടികളാകുമ്പോൾ അമ്മയാണ് തന്നുവിടും. ഞങ്ങൾ വളരെ നോർമലായിട്ട് ഞങ്ങളെ വളർത്തിയ, ഒത്തിരി ഹൈഫൈ അല്ല, എന്നാൽ ഒത്തിരി അമ്മയ്ക്ക് ജോലി വീട്ടമ്മയാണ്. അമ്മ നല്ലൊരു കഴിവുള്ള ഒരു ലേഡിയാണെന്ന് തന്നെ പറയാം. അമ്മ ഡാൻസും പാട്ടും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന. എൻ്റെ അച്ഛൻ നാടകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ചെറുപ്പത്തിൽ. അച്ഛൻ്റെ പേര് ജോസഫ് എന്നാണ് പേര്, വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞുമോൻ അങ്ങനെയാണ്. അപ്പം അച്ഛനും കലയോട് ഇഷ്ടമുണ്ട്, അമ്മയ്ക്കുണ്ട്. പക്ഷെ ഞങ്ങളെ ഒന്നും ആ ഒരു രീതിയിൽ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹപ്രകാരം എല്ലാവർക്കും ജോലി വേണം, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിൽക്കണം എന്നുള്ളൊരു ഇതിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സത്യസന്ധരാവണം, അതാണ് ബേസിക്കലി അവരുടെ ഒരു മോട്ടോ. ഇത് വെച്ചിട്ട് ട്രാഫിക് ചെയ്ത് പോവാണ്. അപ്പം കോളേജിലെത്തിയിട്ടാണ് നമ്മൾ കലാപരമായി സ്പാർ ചെയ്യാൻ തുടങ്ങുന്നത്. അതെ അതെ. ഞാൻ പ്രോഗ്രാമിലേക്കൊക്കെയും പിന്നെ ഞാൻ കുറച്ചുകൂടെ പേടിയൊക്കെ മാറിയതും ഒക്കെ, സ്റ്റേജ് ഫിയർ ഒക്കെ മാറിയത് എൻ്റെ കോളേജ് ലൈഫ് തുടങ്ങിയപ്പോൾ മുതലാണ്. കോളേജിൻ്റെ പേര് BK കോളേജ് അമലഗിരി, പിന്നെ സെയിൻറ്റ് തോമസ് കോളേജ് റാന്നി, പിന്നെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് PG മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തത്. ഞാൻ ടൂറിസം ആയിരുന്നു മെയിൻ സബ്ജക്റ്റ്. പിന്നെയാണ് ജോലിക്ക് ബാംഗ്ലൂരിൽ തന്നെ കയറിയത്. ഇപ്പോൾ ഇത്രയൊക്കെ പഠിച്ചിട്ടും ആ ജോലി സംബന്ധമായി അല്ലെങ്കിൽ ആ പഠിച്ചത് സംബന്ധമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിഷമമുണ്ടോ? വിഷമമില്ല. എനിക്കറിയില്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് സിനിമയിൽ നിന്നൊക്കെ ഓഫേഴ്സ് വരുമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സിനിമയുടെ പേരൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓർക്കും അത് അങ്ങനെ വിചാരിക്കും. എങ്കിൽ പോലെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എസ്കോട്ടൽ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഐഡിയയ്ക്ക് മുന്നേ ഒരു ഫോണിൻ്റെ ഇതുണ്ട്. അപ്പോൾ കോളേജുകളിൽ അവർ വന്നിട്ട് പ്രോഗ്രാംസ് ചെയ്യും. അവിടുന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ചൂസ് ചെയ്ത് മൂവിയിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് നാസിം എന്നാണ് പുള്ളിയുടെ പേര്. നമ്മുടെ നൗഷാദിക്കയുടെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് നാസിം. അന്നിങ്ങനെ മൂവി ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഷെഫ് നൗഷാദ് അല്ലേ? അതെ അതെ, നൗഷാദിക്കയുടെ. നാസിമായിരുന്നു എന്നെ ഏത് മൂവി വന്നാലും എന്നോട് പറയും ഇൻ്റെ മൂവിയുണ്ട്, ജോയിൻ ചെയ്യണം എന്ന് പറയും. അന്ന് മെയിൻ കാസ്റ്റിംഗ് ആണല്ലോ വരിക. പക്ഷേ എൻ്റെ വീട്ടിലെ സിനിമയോട് ഒട്ടും അഭിനയിക്കാൻ പോകുന്നതിനോട് ഇഷ്ടമില്ലായിരുന്നു, പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ ഒക്കെ ആഗ്രഹമൊക്കെ. പിന്നെ എനിക്കും ആരും നമുക്ക് ഈ ഫീൽഡിലില്ല, അപ്പോൾ എന്താണ് ഈ ഫീൽഡ് എന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ പഠിക്കാൻ പോയി, ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കറങ്ങി തിരിഞ്ഞു വരുമെന്ന്. ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, നീ അമൃത വെക്കുക, അവിടെ ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആക്ടിങ് ബേസ്ഡാ, നീ എന്തായാലും അതിനൊന്ന് അപ്ലൈ ചെയ്യും, ബാംഗ്ലൂരിൽ അതിൻ്റെ ഓഡീഷനുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ, ഫ്രണ്ടിൻ്റെ പേര് സോജ ചേച്ചിയാ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ അന്നേരം ഞാൻ കണ്ടില്ല, ഈ സ്ക്രോള് പോയപ്പം കണ്ടില്ല. പിന്നെ ഞാൻ അമൃത റിപ്പീറ്റ്ലി കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ നമ്പറൊക്കെ കിട്ടി. നമ്പർ കിട്ടിയപ്പോൾ ഞാൻ ഈ ചേച്ചിയും കൂട്ടിയാണ് ഓഡീഷന് പോകുന്നത്. അന്ന് മുരളി സാറാണ്, മുരളി മേനൻ, VK പ്രകാശ് സാറ്, ശ്യാം പ്രസാദ് സാറ്, അവർ 3 പേരുമാണ് നമ്മളെ ഓഡീഷൻ ചെയ്യുന്നത്. അപ്പോൾ അവരാരാന്നും ഒന്നും എനിക്കറിയില്ല. അപ്പം എന്നോട് പറഞ്ഞ് ഒരു ടോപ്പിക്ക് എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ ഇത് വെച്ചിട്ട് ഒരു പെർഫോം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തു. അപ്പോൾ തന്നെ എന്നെ സെലക്ട് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാനും വേറൊരു പയ്യനൂടെ ഉണ്ടായിരുന്നു. കുറേ പേര് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഓഡിഷൻ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്, അതും ഇവരൊക്കെ തന്നെ. അതിൽ നിന്ന് കുറച്ച് പേര് ഈ ജഡ്ജിൻ്റെ ആൾക്കാർ മാറി, സിത്താര ചേച്ചി അങ്ങനെയൊക്കെ ആയി. അവിടുന്ന് ഞാൻ സെലക്റ്റഡായി. ഞങ്ങൾ 17 പേരെയാണ് അവർ എടുത്തത് ഈ ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി. അതിനകത്ത് വരുന്നതാണ് സിദ്ധാശിവ, സുരഭി, മുസ്തഫ, ശ്രീകുമാർ, ശർമ്മ, അങ്ങനത്തെ ഇപ്പം മൂവിയിലുള്ള കുറേ ആൾക്കാരുണ്ട്. അന്നേരം പക്ഷേ എനിക്കത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയി, പിന്നെ മോളുടെ ഡെലിവറി, അങ്ങനെ കുറച്ച് ഞാൻ അതിൽ നിന്ന് മാറി. എന്നാലും അതിൻ്റെ
ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് അതിൻ്റെ ഒരു മാസം കഴിയുമ്പോഴാണ് എൻ്റെ ഡെലിവറി. എന്നിട്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തു വന്നിട്ട്. ദെൻ ഞാൻ അതിൻ്റെ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. ഇത് ഒരു വർഷത്തോളം ഉണ്ട് ഈ പ്രോഗ്രാം. സമയത്തായിരുന്നു ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. പിന്നെയാണ് ഞാൻ ഇവർ തന്നെ മീൻസ് ഇങ്ങനെ എന്നെ ഈ സ്ക്രീനിൽ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, ഡോക്ടേഴ്സ് ഫിലിംസിൻ്റെ ആൾക്കാരെന്നെ അല്ലല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ മുരളിച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ലിയോ തദേവൂസ് ഒരു നന്നായിട്ടാണ്. അപ്പം ഈ മോള് ഉണ്ട് അന്നേരം കൈക്കുഞ്ഞ, അവളെയൊക്കെ കൊണ്ടുപോയാണ് വാഗമണ്ണിലാണ് ഇത് നടക്കുന്നത്. അത് ചെയ്ത സമയത്ത് അവിടുന്ന് ഒരു കൺട്രോളർ കണ്ട്, ജോളി ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര്, എന്നിട്ടാണ് എന്നെ ഡോക്ടേഴ്സ് ഫിലിംസിന് അവർ പരിചയപ്പെടുന്നത്. ഒരു കേരള മുഖമുള്ള ഒരു ഫേസ് വേണമെന്ന് പറഞ്ഞപ്പം അവരാണ് എന്നെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഫിലിമിന്. അവർ വഴി ടൈറ്റൻ ചെയ്തു. അങ്ങനെയാണ് കഥകൾ കുറച്ചൊക്കെ മെമ്മറിയിൽ നിന്ന് എടുത്തപ്പോൾ മറന്നുപോയി. അങ്ങനെയാണ് ഞാൻ അഡ്വർടൈസ്മെൻറ്റിലേക്ക് വരുന്നത്. പിന്നെ ദിനേശ് ചേട്ടനെ പരിചയപ്പെട്ടു, നാട്ടിൽ വന്നു. അങ്ങനെ വിനോദേട്ടൻ, അങ്ങനെ കുറേ അന്നത്തെ ആർട്ട് ഫിലിം മേക്കേഴ്സ് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ബേസിക്കലി ഒരു ഗിഫ്റ്റഡ് പേഴ്സണാലിറ്റി എന്ന രീതിയിൽ നേച്ചർ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോവാണ്. കാരണം പലർക്കും അങ്ങനെ നേച്ചർ ക്യാരി ചെയ്യാറില്ല. സ്ട്രഗിൾ ചെയ്ത്, ഫൈറ്റ് ചെയ്ത്, കോൾ ചെയ്ത്. ഇപ്പം ദിനേശിൻ്റെ കാര്യം തന്നെ, ദിനേശ് ചേട്ടൻ്റെ കാര്യം തന്നെ എടുത്താൽ അതോ ലോകത്തിലൊക്കെ ജോയിൻ ചെയ്യാൻ പോയി, അങ്ങനെയൊക്കെയാണ് പുള്ളി എത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത സമയത്ത് നേച്ചർ ഇസ് കോളിങ് യു ടു ദി ഇൻഡസ്ട്രി മെനി എ ടൈംസ്. പല ആക്ട്രസ്സുകളും ഇപ്പോൾ താങ്കൾ 200 and more അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ ഒരു സട്ടിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കിടന്ന് കൈയും കാലോട്ടടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറ്റാതെ ഡിപ്രഷൻ ടാബ്ലറ്റ്സും മെഡിക്കേഷനും ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഇൻഡസ്ട്രി ഈസ് നോട്ട് എ ജോക്ക്. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഈ ഒരു ഫീൽ, എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഫാമിലി തന്നെയാണ്. നമ്മൾ ഒന്നാമത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ ഒരു മേഖല അല്ലാതെ നമുക്ക് വേറൊരു മേഖലയിൽ നിന്നൊരു വരുമാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആവും. നമ്മൾ ഇത് ജോലിയെ തന്നെ ഡിപ്പെൻഡഡ് ആവുമ്പോൾ ഇത് വഴി മാത്രമേ നമ്മൾക്കൊരു ഇൻകം ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ വറി ആവുക. അപ്പോൾ നമ്മൾ പല അഡ്ജസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അയ്യോ ചെയ്യണമല്ലോ, എപ്പോഴും നമ്മൾ വറീഡായിരിക്കും. എൻ്റെ ഇതിൽ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരു സാരിയുടെ ഓൺലൈൻ ഷോപ്പുണ്ട്. അതോടൊപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി, എൻ്റെ സഹോദരങ്ങളുടെ സപ്പോർട്ട്, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഞാൻ കുറച്ച് വിഷമമായാൽ അവർക്കറിയാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ബ്രദറും സിസ്റ്ററും എന്നെ ഇപ്പോഴും അവർ 10 വയസ്സുള്ളൊരു കൊച്ചിനെ കാണുന്ന പോലെയാണ് കാണുന്നത്. അതുപോലെ എൻ്റെ മോള് ഇപ്പോൾ ഒരു കോളൊക്കെ വരുമ്പം നമുക്കത് മാറിയൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ മോൻ വന്ന് ഇങ്ങനെയൊക്കെ നോക്കി വെച്ച് വിഷമിക്കേണ്ട, അടുത്തത് അമ്മയ്ക്ക് വരും. അങ്ങനെ നമ്മളെപ്പോഴും താങ്ങാനൊരു കുറച്ച് പേരുണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്ന് മാറാനായിട്ട് പറ്റും. പക്ഷെ അന്ന് പറഞ്ഞ് നമുക്ക് സങ്കടം വരിക ഇല്ലയെന്നില്ല. ഞാൻ പെട്ടെന്ന് ഒരാൾക്ക് വിഷമം വന്നാൽ എനിക്ക് മനസ്സിലാവും. കാര്യം ഞാൻ ആരെയും വിഷമിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയേ അല്ല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും. അപ്പോൾ എനിക്ക് മറ്റുള്ളവർ വിഷമിക്കുമ്പം ഭയങ്കര സങ്കടം വരാറുണ്ട്. എനിക്ക് പറയുമ്പോൾ പോലും സങ്കടം വരും. അപ്പം എൻ്റേത് മാറിയൊക്കെ അത് സ്വാഭാവികമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി നടക്കുന്ന അത് ആദ്യമേ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യണം, നമ്മളെ തന്നെ അതൊന്ന് മനസ്സിലാക്കിക്കണം. ഞാൻ പറയുന്ന ഇപ്പോഴത്തെ ആശയല്ലേ, ഒരു സ്റ്റണ്ണിങ് പ്രായം ഉണ്ടല്ലോ നമുക്ക്, അല്ലേ? നമ്മൾ അമൃതയിൽ പോകുന്നു, നമ്മൾ ഫെയിം ആവുന്നു. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫാമിലിയിൽ നമ്മൾ ബേസിക്കലി നമ്മൾ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നു. അപ്പോൾ അത് ബാക്കി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് ഫീലിങ്സിലാണല്ലോ. ഒരു ആർട്ടിസ്റ്റും ഉണ്ട്, നമ്മളിലൊരു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണല്ലോ, അല്ലേ? ഇപ്പോൾ എന്നിലൊരു ഷെഫ് കാണാം, എന്നിലൊരു അച്ഛനുണ്ടാവാം, എന്നിലൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവാം. കറക്റ്റ് അല്ലേ? നമ്മളെല്ലാം കൂടെ ഒരു സിംഗിൾ നോട്ടിൽ പിടിച്ച് കെട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റും ഒരു വൈഫ് ഇല്ലെങ്കിൽ ഒരു അമ്മ, അപ്പോൾ ഈ ആർട്ടിസ്റ്റ് എപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ആർട്ടിസ്റ്റ് ഈഗോയിസ്റ്റിക് ആണ്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര തേഴ്സ്റ്റിയാണ്, ഭയങ്കര ക്രേവിങ് ആണ്. ഇതെല്ലാം നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം. സോ ഹൗ ഡിഡ് യു ഹാൻഡിൽ ദീസ് ഇമോഷൻസ്? എനിക്ക് തോന്നുന്നു ആ സമയമുണ്ടല്ലോ, ഞാനൊരു സിനിമയിൽ ഇത്രയും എത്തുമെന്നോ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ജീവിതം അങ്ങനെയൊന്നും
ചിന്തിച്ചില്ല. എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര ബിസി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ഒരു 2008 മുതൽ ഈ കോവിഡിന് ബിഫോർ കോവിഡ് വരെ ഒരു മാസം ഒരു 4 പരസ്യം വെച്ചിട്ടാണ്. ഈ ചേട്ടൻ പറഞ്ഞ പോലെ 200 ആഡെന്ന് പറയുന്ന അതൊരു 10 വർഷം മുമ്പുള്ള ഒരു ആർട്ടിക്കിളാണ്. അത് കഴിഞ്ഞ് അതിനൊക്കെ ഒത്തിരി മുന്നിലേക്ക് പോയി. 500 ആയിട്ടില്ലേലും ഏകദേശം ഒക്കെ അത്രയായി. ഞാനൊരു ഏഷ്യൻ ഗെയിംസിന്റെ വരെ പരസ്യം ചെയ്തു. ഇന്റർനാഷണൽ ഒരു ആഡ് ചെയ്തു. നാഷണൽ ഈ പ്രകാശ് വർമ്മ സാറിന്റെ ഒത്തിരി പരസ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വർമ്മ സാറിനെ എല്ലാവരും തുടരും സിനിമയിലൂടെ പറയുമ്പോൾ ഞങ്ങളൊക്കെ എത്രയോ മുമ്പ് ഒരു ആരാധിക അല്ലെങ്കിൽ ആയിരുന്നു ഞാൻ. അത്രയ്ക്ക് നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് അദ്ദേഹം. അപ്പോൾ വർമ്മ സാറ് പോലുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ലോകത്തിൽ എത്രയോ ചെറുതാണെന്ന് പോലും തോന്നിപ്പോകുന്ന ടൈപ്പ് ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന്. അത്ര നമ്മളോട് എത്രയോ റെസ്പെക്റ്റ് ആയിട്ടാണെന്നറിയോ ഓരോ സീനും പറഞ്ഞ് നമ്മളെ അഭിനയിപ്പിക്കുക. അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ കൂടെ ലെജൻസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അയ്യ ഫിലിംസിൻ്റെ ആ സെറ്റിൽ മീൻസ് അവരുടെ ഐഡിയയുടെ ആഡ്, അതുപോലെ ധോണിയുടെ കൂടെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കോവിഡ് ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റി. കഥ ബുക്കിൽ അന്നേരം അദ്ദേഹത്തിനൊക്കെ നമ്മളോടുള്ള ഒരു സ്നേഹവും ഒരു മലയാളികളോടുള്ള സ്നേഹമൊക്കെ നമ്മളോട് പങ്കുവെക്കുമ്പം മലയാള സിനിമയെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒത്തിരി സന്തോഷം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ. ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ടും ഇതെല്ലാം ബേസിക്കലി ഇപ്പോൾ ഒരാളെ പരിചയപ്പെട്ടാൽ തന്നെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്ത ഒരാളാണോ? അല്ല, ഞാൻ ഒട്ടും PR വർക്ക് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഇപ്പം ഭയങ്കര അതിശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകാശ് വർമ്മയോടൊക്കെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുമ്പം ഇറ്റ്സ് ആക്ച്വലി വെരി മാജിക്കൽ. അതൊരു ബ്യൂട്ടിഫുൾ ഒരു ആഡ് കൂടെയാണ്. വർമ്മ സാറിൻ്റെ കൂടെ ഏഷ്യൻ പെയിൻറ്റ്സ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെസ്ലയുടെ 100 years ഓഫ് നെസ്ലെ എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഇറങ്ങി. ആഡ് ഒന്ന് കാണണം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആഡ്. അത് ഞാൻ മാത്രമല്ല ഒത്തിരി പേരുണ്ട്. പക്ഷേ ആ എടുക്കുന്ന രീതി, ആഡിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ പ്രകാശ് സാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ എല്ലാത്തിലും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, എനിക്കൊരു സ്റ്റോറി ഉണ്ടാവും പറയാമെന്ന്. അത് ആൾക്കാരുടെ മനസ്സിലേക്ക് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു മെസ്സേജ് പോലെ ആയിരിക്കും. ആ ആഡും അങ്ങനെയാണ്. നമുക്കൊരിക്കലും അതിൻ്റെ ആ ഒരു ബീറ്റും ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും ഒത്തിരി പരസ്യം ചെയ്താൽ പോലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. ഇപ്പോൾ പോലും ഒരു ട്രെയിൻ കണ്ടാൽ എനിക്ക് ആദ്യം ചിന്ത വരുന്ന ആ പരസ്യം ഞാൻ ചെയ്തതാണ്. ഞാനൊരു ബംഗാളി പെണ്ണായിട്ടാ. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ആസ് ഓഫ് നൗ ഇത് ആഡ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്ത കോൾഗേറ്റ്, സാമന്തയുടെ ഒക്കെ കൂടെ ചെയ്ത ആഡൊക്കെ റിപ്പീറ്റായിട്ട് കാണിക്കുന്നുണ്ട്. പാമ്പേഴ്സ് അങ്ങനത്തെ ആഡ്സ് അല്ല. ഈയിടെ ഞാൻ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് മിൽമ പോലെയുള്ള ഒരു പാല് പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരെണ്ണം ചെയ്ത് അത് റിലീസിനാണുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ ഞാൻ ബിസി അല്ല. അത് ഓക്കെ ആണോ? ഓക്കെ ആണോന്ന് ചോദിച്ചാൽ, പണ്ട് ഞാൻ ബിസി ആയിരുന്നപ്പോൾ എൻ്റെ മോള് ചെറുതായിരുന്നു, എനിക്കങ്ങ് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. മോളെയും കൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്യും, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ അത്രയും ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് അല്ലായിരുന്നു സ്വന്തമായിട്ട്. ഇത്രയും ആഡ് ചെയ്യുമ്പം അല്ല, തുടക്കകാലത്ത്. അപ്പം നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ എനിക്കൊരു ഷൂട്ട് വരുവാണെങ്കിൽ എനിക്ക് എന്നെ തന്നെ മാനേജ് ചെയ്യാൻ, ഒരാളോട് ചോദിക്കാതെ മാനേജ് ചെയ്യാൻ പറ്റും. അന്നെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഞാനും ചെറുപ്പം 23 വയസ്സിൽ ഞാൻ അമ്മവേഷം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഇത്രയും പ്രായമായിട്ട് ആശയ്ക്ക് ഒരു പ്രായം ഫീൽ ചെയ്ത്. ഞാനപ്പം ഇവർ അന്നേ എന്നെ അമ്മയായിട്ടാണ് കാണുന്നത്. വലിയ കുട്ടികളുടെ അമ്മയായിട്ടുള്ള ആക്ടിങ് ആകുമ്പോൾ ഞാൻ പറയും, എൻ്റെ അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ അമ്മയെ ഞാൻ സിസ്റ്റേഴ്സിനെ പോലെ ഇരിക്കുന്നത്. അപ്പം അന്ന് മുതലേ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് വരുന്നതെന്ന് പറയും. ഇൻഡസ്ട്രിയിൽ ഇൻസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ടോ? വിഷമം ഉണ്ടാകുമ്പോൾ ഞാനൊരു കൊച്ചു കുട്ടികളെ പോലെ ഇരുന്ന് കരയുമെന്ന് പറഞ്ഞാൽ നല്ലോണം കരയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കരഞ്ഞു കഴിഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ ഞാൻ അതങ്ങ് മറക്കും. അത് ദൈവം പിന്നെ ഞാൻ എൻ്റേതായ വേറെ അതെന്തോ അങ്ങനെ ഒരു സങ്കടം ഉണ്ടായ ഒരു 2 ദിവസത്തിനകം ഒരു സന്തോഷം ദൈവം എനിക്ക് തരും. അതിലേക്ക് അങ്ങനെ ഒത്തിരി അങ്ങ് വിഷമിപ്പിക്കത്തില്ല. ഈ ഇത്രയും ഇപ്പം വർമ്മ സാറോടൊക്കെ ഉള്ള ഭയങ്കര വലിയ എക്സ്പീരിയൻസുകളൊക്കെയാണ്, മോശപ്പെട്ട എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ പരസ്യ ഇൻഡസ്ട്രിയിൽ നിന്ന് പോലും 1 രൂപ എന്നെ
തരാതിരുന്നിട്ടില്ല ഇതുവരെ. ഇത്രയും ഞാൻ കണ്ടെടുത്തോളം പറഞ്ഞ കമ്മിറ്റ്മെന്റ് എല്ലാവരും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റേതായ ഒരു മാനദണ്ഡമുണ്ട്. പരസ്യം എന്ന് പറയുന്നത് അന്നു മുതലേ നമ്മളെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ, നമ്മളെ ഒരാൾ പറഞ്ഞിട്ടല്ല പരസ്യം കിട്ടുക. ഒരു നാഷണൽ ആഡ് ആണെങ്കിലും നമ്മൾക്ക് അവർ ആ ഒരു ഡെമ്മി സ്ക്രിപ്റ്റ് അയച്ചു തരും, നമ്മൾ അഭിനയിക്കും ആ ക്യാരക്ടറായിട്ട്. അതൊരു ഇച്ചിരി വലിയ മെനക്കെട്ട പ്രോസസ്സാണ്. അതാരും അങ്ങനെ ഇപ്പോഴത്തെ പോലെ അത്ര ഈസി അല്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല നാഷണൽ ആർട്സ് ഒന്നും ഈസി ആയിട്ട് ആർക്കും കൊടുക്കുമെന്ന്. നമ്മൾ ഇതുപോലെ തന്നെ അഭിനയിക്കണം, അവരുടെ ആ സ്ക്രിപ്റ്റ് ഫുൾ അഭിനയിച്ച് നമ്മൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് അവർക്ക് അയക്കണം. അതിൽ നിന്നാണ് നമ്മളെ ചൂസ് ചെയ്യുക. സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സിനിമയേക്കാൾ കൂടുതൽ ആഡിനോടാണ് താല്പര്യം തോന്നുന്നു, ആണോ? ഈ എക്സ്പീരിയൻസ് എനിക്ക് അവിടെയല്ലേ കൂടുതൽ. സിനിമ ഞാൻ വർഷത്തിലൊന്നും ഒക്കെ എന്നെ വിളിച്ചിട്ടുള്ളതെന്നല്ല ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ്, അല്ലെങ്കിൽ ഞാൻ വളരെ കോൺഷ്യസാണ് ഞാൻ എവിടെ പോയാലും. ഇപ്പം നമ്മൾ തമ്മിൽ പോലും നമുക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നേനെ. ഇപ്പം ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് ഒക്കെ തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മൾ ഒരുമിച്ചൊരു പ്രോഗ്രാമിന് വർക്ക് ചെയ്ത് ഏഷ്യാനെറ്റിന്റെ ഒരു കുക്കറി ഷോയ്ക്ക് എൻ്റെ ഏറ്റവും നല്ല അവിയൽ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അന്ന് ഞാൻ കോൺഷ്യസ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരാൾ എന്നെ കാണുമ്പം ഞാൻ മിണ്ടാതെയൊക്കെ മാറി നിൽക്കുമ്പോൾ ഓർക്കും ഞാനൊരു മിണ്ടാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഞാനൊരു പിന്നെ ഒരു ജാടക്കാരിയാണെന്നൊക്കെ വിചാരിക്കും, തെറ്റിദ്ധരിക്കും. പക്ഷെ അതല്ല, എനിക്ക് പേടിച്ചിട്ട് അവരോട് എങ്ങനെയാണ് കോൺഷ്യസ് ആവാനുള്ള കാരണം അറിയില്ല. അവർ നമ്മൾ മിണ്ടിയാലേ ആ ഒരു രീതിയിൽ നമ്മളോട് തിരിച്ചു മിണ്ടുമോ എന്നൊക്കെ ഒരു തോന്നൽ. എപ്പോഴും പറയുന്ന ഒരു ട്രോമ ഇല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നത്. അങ്ങനെ വല്ലതും പലരും പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എങ്ങനെയാ പോയി സോഷ്യലായി കഴിഞ്ഞാൽ അങ്ങനെയില്ല, നമ്മളെങ്ങനെയാ പോയി അവരെ സീനിയർ അല്ലേ എന്നുള്ള ഒരു റെസ്പെക്റ്റ് ആണ്, അതുകൊണ്ടാണ്. ബീങ് കെയർഫുൾ. ലൈക്ക് എൻ്റെ വായെന്നൊരു സാധനം പോയിട്ട് അത് ബാക്ക് ഫയർ ചെയ്യും. എൻ്റെ മനസ്സിൽ ആരെയും വിഷമിപ്പിക്കേണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഞാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് തന്നെ വിഷമം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മീൻസ് കള്ളത്തരല്ലേ ഉണ്ട്. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പം നമ്മളോട് മിണ്ടാതിരുന്നിട്ടൊന്നല്ല, കുറേ നേരം നമ്മളിങ്ങനെ നോക്കും. പിന്നെ അപ്പോൾ ആ ഒരു തോന്നൽ നമുക്കറിയാലോ, നമ്മളൊരു ഹ്യൂമൻ സൈക്കോളജി വെച്ചിട്ട് ഇത്രയൊക്കെ മിണ്ടണമെന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ആദ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ അഭിനയത്തിനേക്കാളും ഞാൻ കോൺഷ്യസ് എപ്പോഴും ഡയലോഗ് പ്രസൻറ്റേഷനും ഡബ്ബിങ്ങിനുമാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ആദ്യമേ എന്നെ ആ ഒരു പേടി തട്ടിയിട്ടുണ്ട് എനിക്ക്. ഡബ്ബിങ്ങിൻ്റെ ടൈമിൽ ഒരു ഡബ്ബിങ്ങിന് ഞാൻ ചെല്ലുമ്പം എന്നെ വേറൊരു ഡബ്ബ് ചെയ്യുന്ന ഒരു നല്ലതായിട്ട് ഡബ്ബ് ചെയ്യുന്ന ഒരു ലേഡിയോട് കമ്പയർ ചെയ്തിട്ട് അവർ ചെയ്യുന്നത് നോക്കൂ, അതുപോലെ ചെയ്യൂ. അപ്പം നമ്മളെ കൊണ്ട് പെട്ടെന്ന് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഒട്ടും ഡബ്ബിങ് അഭിനയത്തെക്കാളും കൂടുതലായിട്ട് നമ്മൾ അഭിനയിച്ച് ചെയ്യണം. അതൊന്നും നമുക്ക് അത്ര അറിയില്ലല്ലോ. അപ്പം നമ്മൾ ആ ഒരു അതിൽ എല്ലാവരുടെയും മുമ്പിലൊക്കെ നമ്മളെ ഒരു കളിയാക്കൽ പോലെയൊക്കെ വരുമ്പോൾ നമുക്ക് കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നി. അവർ തന്നെ പറയും ചെയ്യണ്ടെന്ന് പറയുന്ന ആ സമയം നമ്മൾ ആ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പോയി 2 ദിവസം ഇരുന്നാൽ കരയും. വീട്ടിൽ പോകുകയല്ല, വണ്ടിയിൽ ഇരുന്ന് തന്നെ കരയും. അപ്പം വീട്ടുകാർ പറയത്തില്ലേ നിർത്തിക്കൂടെ? ഞാൻ അതൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യത്തില്ല. ഇല്ല, അതൊക്കെ നമ്മൾ ആഫ്റ്റർ മാരേജ് അല്ലേ ഒന്നാമതേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞു. മീൻസ് നമ്മുടെ ലൈഫ് എന്നെ ഒരു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വർഷമേ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളൂ. ആഫ്റ്റർ 10th മുതൽ ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ, ഞാൻ ബസ്സിൽ പോകാനും അല്ലെങ്കിൽ ബസ്സിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലെ ഏതൊരു കാര്യം ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഒരാളുടെ കാര്യം ഏൽപ്പിച്ചാൽ എനിക്ക് 100% അത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഏത് രീതിയിലുള്ള ആൾക്കാരാണേലും, ഹൈഫൈ ആണെങ്കിലും വളരെ ലോ ആയിട്ടുള്ള ആൾക്കാരെ ആണെങ്കിലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്ക് പോകാനൊരു കാർ വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഏത് മാർഗവും ഞാൻ ഇപ്പോഴും സ്വീകരിക്കും. മീൻസ് ട്രാൻസ്പോർട്ട് ബസ്, കാറെങ്കിൽ കാറ്, ട്രെയിനെങ്കിൽ ട്രെയിന്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എനിക്കൊരു ആക്ഷേപവും ഇല്ല അങ്ങനത്തെ ഒന്നും കാര്യത്തിൽ. നല്ല കാര്യങ്ങൾ എപ്പോഴും നേരെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഭയങ്കര കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഒന്ന് കാണാൻ ബ്യൂട്ടിഫുള്ളാണ്, ടു ബി വെരി ഫ്രാങ്ക്, മലയാളിത്വമുണ്ട്, പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആടെല്ലാം അങ്ങനെ വന്നു ചേരുന്നത്. കേരളത്തിൻ്റെ തനിമയുണ്ട്. അപ്പോൾ കേരളീയൻ സിനിമകൾ താങ്കൾക്ക് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് സിനിമകൾ
സിനിമയിൽ ഞാൻ പറഞ്ഞു നല്ല കംഫർട്ടബിൾ ആയിട്ടാണെങ്കിൽ മാത്രമേ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ചെയ്ത സിനിമയാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്ത പ്രളയശേഷം. അതിനകത്ത് ഞാനൊരു 80 വയസ്സുള്ള ഒരു അമ്മച്ചിയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. വളരെ സൗന്ദര്യമൊക്കെ ഒന്നും അതിനകത്ത് നമ്മൾ ഇതാക്കിയിട്ടില്ല. പിന്നെ ഒരു റിയലായിട്ട് നടന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ നടന്നൊരു സ്റ്റോറിയാണ്. 80 വയസ്സായ അമ്മച്ചി. 80 വയസ്സായ അമ്മച്ചിയായിട്ട് അത് ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരുപാട് പണിയെടുക്കേണ്ടി ഇല്ല, ഇങ്ങനെ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല. അപ്പം ആ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ആ ഒരു ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അവർ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയാണ് ആ സിനിമ മുന്നോട്ട് പോയത്. 17 ദിവസം കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്തു. എനിക്ക് എപ്പോഴും ആ ഒരു സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് അറിയുമ്പോൾ, മീൻസ് അവാർഡിന് പോലും അത് ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം ഭയങ്കര വന്നൊരു മുഹൂർത്തമായിരുന്നു. എന്നുവെച്ചാൽ ആ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു മൂവിയാണ്. അതൊക്കെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. ഇപ്പം ഞാനിങ്ങനെ നമ്മൾ ഓരോ സിനിമ ഇപ്പം എന്നെ ജഗദീഷേട്ടനുമായിട്ട് നിന്ന ഷെഫ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ റിക്കഗ്നൈസ് ചെയ്യുന്നത് പൊതുവെ. ജഗദീഷേട്ടനായിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ്. പിന്നെ എൻ്റെ മുട്ട പൊള്ളിച്ചതൊക്കെ വെച്ചിട്ടാണ് എന്നെ റിക്കഗ്നൈസ് ചെയ്യുന്നത്. ആശയെ ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷമായി ഇപ്പം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നുണ്ടാവും. എങ്ങനെയായിരിക്കും ആശയെ ആൾക്കാർ റിക്കഗ്നൈസ് ചെയ്യുന്നത്? പരസ്യത്തിൻ്റെ തന്നെ ആയിരിക്കും. കാര്യം എന്നോട് ആദ്യമേ എല്ലാവരും കാണുമ്പോഴും പറയുന്നത് നിങ്ങളുടെ മാവും പൂക്കും എന്നൊരു പരസ്യം ഉണ്ടായിരുന്നല്ലോ പണ്ട് ലിസിൻ്റെ. അതൊക്കെ ആ ഡയലോഗ്സൊക്കെയാണ് പറയുന്നത്. പിന്നെ സന്തോഷം സിനിമ ഒക്കെ ഇറങ്ങിയപ്പം അത് കുറച്ച് പോപ്പുലർ ആകുമ്പോൾ അതിനെപ്പറ്റി പറയും. അങ്ങനെയൊക്കെയാണ് എന്നെ അങ്ങനെ പൊതുവായിട്ട്. പിന്നെ ഞാൻ ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്നെ അങ്ങോട്ട് ആൾക്കാർക്ക് മനസ്സിലാകുകയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ചിലരിങ്ങനെ നോക്കി ഇരുന്നിട്ട് ഒക്കെ ചോദിക്കും. പിന്നെ ഇപ്പം ഞാൻ കുറച്ചുകൂടെ പോപ്പുലർ ആയതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് പോയാൽ ചിലർ ചോദിക്കും ആർട്ടിസ്റ്റ് അല്ലേയും ചോദിക്കും. റെഫറൻസ് ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക പരസ്യചിത്രം എന്നെ അറിയാവുന്ന ഒരു പരസ്യചിത്രം ആഗ്രഹം കാണുമല്ലോ ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വന്ന് ചേർന്നിട്ടുണ്ടോ? ഈ പ്ലെമേന എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ലൈഫിലൊരു ക്യാരക്ടറാണ്. അതൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത വന്ന ഒരു സിനിമയാണ്. അതുപോലത്തെ നല്ല നല്ല ക്യാരക്ടർ ചെയ്യണം എന്നുണ്ട്. അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടണമെന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. നമ്മൾ ഒത്തിരി ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ കരയുന്ന കുഞ്ഞിനല്ലേ പാലുള്ളൂ, കരയാറുണ്ടോ അങ്ങനെ? കാരണം ഇൻഡസ്ട്രിയിൽ ഇപ്പം കുഞ്ചാക്കോ ബോബൻ വരെ പറയുന്നത് വിളിച്ച് ഞാൻ ചാൻസ് ചോദിക്കുമെന്നാണ്. അപ്പം അങ്ങനെ ചാൻസുകൾ ചോദിക്കാറുണ്ടോ? സ്ത്രീകളായതുകൊണ്ട് അതിനൊരു പരിധി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഓർത്തിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്കൊരു ഫ്രണ്ട് ഇല്ല. സ്കൂൾ മുതൽ നോക്കിയാലും ഇല്ല. എല്ലാവരുടെയും ഫ്രണ്ടാണ് ഞാൻ. അല്ലാതെ എനിക്കൊരു പേഴ്സണലായിട്ട് ഒരു ഫ്രണ്ട് ഇല്ല. ഞാനൊരു ഈ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഒത്തിരി പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് പാർട്ടിയാണ്, അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് അതാ മീൻസ് അങ്ങനത്തെ ഒരു ബഹളങ്ങളുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പിന്നെ ഒത്തിരി ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പം എൻ്റേത് ആ വീട് ക്ലീനിങ്, ആർട്ട് വർക്ക്, ഇങ്ങനെ ഓരോ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുക, നല്ലതായിട്ട് വീട് നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റാക്കി ചെടിയൊക്കെ വെക്കുക, അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ കൂടുതൽ ഇഷ്ടം. ഇൻറ്റീരിയർ വർക്കിലോട്ട് അതിഷ്ടമാണ്. അത് ഞാൻ ഒത്തിരി പേർക്ക് എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടില്ല. കാരണം ഇത്രയും ഇപ്പം എത്ര വർഷമായി ടോട്ടൽ ഇൻഡസ്ട്രിയിൽ? ക്യാമറ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കേട്ടിട്ട് ഇപ്പം എത്ര വർഷമായി? ഇപ്പം ഈ ഒരു റിയാലിറ്റി ഷോയ്ക്ക് മുമ്പ് ബോബനും മോളിയും അല്ലേ ടോമങ്കിള് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അങ്കിളിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കോളേജിൽ പഠിക്കുമ്പം അത് സേഫായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ. അപ്പം സമ്മതിച്ചു വീട്ടിൽ നിന്ന് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് ഞാൻ അഭിനയിച്ചു. അതാണ് എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ആക്ഷനിൽ നിന്നത്. എങ്കിലും എൻ്റെ പ്രൊഫഷണലായിട്ട് എടുത്തത് 2008 മുതലാണ്. അന്നാണ് പരസ്യങ്ങൾ. ടോട്ടൽ എത്ര വർഷമായി കാണും? ഏകദേശം 17 വർഷം. 17 വർഷമായി ഇൻഡസ്ട്രിയിൽ, ശരിയല്ലേ? ഇപ്പം താങ്കളെ പോലത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് മെച്ചൂർഡ് ആക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം, കാരണം ഒരുപാട് ആക്ടേഴ്സ് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ ഉർവശി ചേച്ചിയിലെ ബിന്ദു പണിക്കർ, കൽപ്പന ചേച്ചി, അതൊക്കെ ഫില്ല് ചെയ്യാതെ കിടക്കുക. കൽപ്പന ചേച്ചിക്കൊന്നും പകരം ആരും ഇല്ല. അപ്പം അതിനെയൊക്കെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇന്ന് സ്ക്രിപ്റ്റിൽ വരാം. ഒന്നുകൂടെ അതിലേക്ക് താങ്കളെ വിളിക്കാം.
വിളിച്ചൂടെ? അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് ഫില്ല് ചെയ്യാൻ ഇപ്പോൾ കൽപ്പന ചേച്ചിക്ക് പകരം ഒരാളില്ല. അപ്പം അവർ ബാക്കിയുള്ള അന്നത്തെ കാലത്തെ സീനിയർ ആക്ട്രസ്സുകൾ എല്ലാം ഏജ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് ഫില്ല് ചെയ്യാനും ഇപ്പം പുതിയ ആക്ട്രസ്സുകൾ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം ഈ 17 വർഷം ഉള്ള ഇൻഡസ്ട്രിയിലുള്ള അമ്മയിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അന്ന് കണ്ടായിരുന്നു മീറ്റിങ്ങിലൊക്കെ. അപ്പം ഈ അസോസിയേഷനിലെല്ലാം ഉണ്ടായിട്ടും ഒരു നിറഞ്ഞ ആക്ട്രസ്, അതായത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സൊക്കെ ആയിരിക്കണമെന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. കാരണം അത്യാവശ്യം ക്യാമറ അറിയാം, ആക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എക്സ്പീരിയൻസ് ഉള്ള ആക്ട്രസ്സുകളെയും ആക്ടേഴ്സിനെയുമാണ് ഡയറക്ടേഴ്സും കംഫർട്ടബിൾ ആവുന്നത്. അങ്ങനെ ഇപ്പം ഇൻഡസ്ട്രിയിൽ പ്രൊഫഷണൽ, ഇപ്പം ജോഷി ചേട്ടൻ തൊട്ട് എല്ലാ ഒരു തരുൺ മൂർത്തി, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. ഈ ഡയറക്ടേഴ്സിൻ്റെ കണ്ണിലൊന്നും ആശയപ്പെട്ടില്ല ഇതുവരെ? അതോ ജോഷി സാറിൻ്റെ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബന്ധങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് ചോദിക്കാറില്ല. എന്നെ അവർ മറക്കുമായിരിക്കും. മീൻസ് ഒന്ന് കഴിയുമ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞായിരിക്കും അവരൊരു സിനിമയിൽ ചെയ്യുക. അപ്പോൾ അവർക്ക് അല്ലാതെ ഒത്തിരി പേര് ചോദിച്ച് അവരോടുള്ള കടപ്പാടുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ ആരോടും അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം ഈ അഭിലാഷ് പിള്ളയൊക്കെ ഭയങ്കര ഡിവനിറ്റിയുള്ള സിനിമകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അഭിലാഷ് പിള്ള കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പോഡ്കാസ്റ്റിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് അഭിലാഷൊക്കെ കാണേണ്ട ഒരു ഫേസാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ കാണുന്നില്ല? അപ്പം ഞാൻ ഇങ്ങനെ പൊതുവേ പല സിനിമകൾ കാണുമ്പോഴും അപ്പോൾ ആശ എനിക്കറിയാം, ആശ എൻ്റെ അടുത്ത് പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു ഫോൺ കോളിലാണ് നെക്സ്റ്റ് ലെവൽ. അന്ന് എള്ളുണ്ട കഴിച്ചു. എന്തൊരു ടേസ്റ്റ്, അതിനെപ്പറ്റി മാത്രം പറയല്ല. ആ എള്ളുണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള എള്ളുണ്ട കഴിച്ചിട്ടില്ല. ഞാൻ പക്ഷേ അത് ഒരെണ്ണം എൻ്റെ മോക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് കേട്ടോ കൊണ്ട് കൊടുത്തു. ഞാനൊന്നും പറയാണ്ട് കൊടുത്തു. അപ്പം അവൾ ഇത് എവിടുന്ന് അമ്മ ഇത്രയും ടേസ്റ്റുള്ള? അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്ന ആളാണ് തന്നത്. ഞാൻ ഈ എള്ളുണ്ടായിട്ട് ആട് 3യുടെ സെറ്റിൽ പോയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു. അതെ അതിന് ഞാനും ജയസൂര്യയോടെ നിൽക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്കും 1 മില്യൺ ലൈക്കാണ് വന്നത്. അപ്പോൾ ഇപ്പം അടിയിൽ കമൻറ്റുകളാണ് ഇതിനു വേണ്ടി എന്താണ് ഈ എള്ളുണ്ട, കേട്ടില്ലേ എള്ളുണ്ടയെ പറ്റി? അതെ ആ എള്ളുണ്ടയ്ക്ക് തന്നെ ഒരു ഓയിൽ ഇതുണ്ട്, ഇത്രയും ടേസ്റ്റുള്ള. ആശ ഈ പോഡ്കാസ്റ്റിൽ വരാമെന്ന് പറഞ്ഞതും എനിക്ക് എള്ളുണ്ട ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അല്ലേ? ഞാൻ ടിനിച്ചേട്ടനോടും സിജോയ് ചേട്ടനോടൊക്കെ പറഞ്ഞു, ഈ എള്ളുണ്ട എനിക്ക് ഇനി ഒന്ന് കിട്ടാൻ എന്താ മാർഗം? സിജോ ഇത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഓരോന്നേ തന്നുള്ളൂ. നമുക്കപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുത്തിട്ട് ഒരു എള്ളുണ്ടയും കഴിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഷൈൻ വിത്ത് നളൻ. അപ്പോൾ സാരിയുടെ കളറ് പോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ചായയാണ് നീലച്ചായ, ബ്ലൂ ടീ അഥവാ ആംബ്രോസിയ എന്ന് പറയും. ആംബ്രോസിയ എന്ന് പറഞ്ഞാൽ അറിയാം? ഇറ്റ്സ് കോൾഡ് ദ ഡ്രിങ്ക് ഓഫ് ഗോഡ്സ്. അമൃത് എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. കാരണം ശംഖുപുഷ്പത്തിൽ ചെയ്യുന്ന ചായയാണ്. അതെ, ശംഖുപുഷ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 36 ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ മെജസ്റ്റിക് ഹെർബ് എന്ന് പറയുന്നത്, ഫ്ലവർ എന്ന് പറയാറില്ല. അപ്പം വിൽ ഹാവ് എ ടീ എലോങ് വിത്ത് വലത്തെ കൈ കൊണ്ട് തന്നെ. അതെ, എല്ലാം ബ്ലൂ ആയി. ഭയങ്കര ഓസ്പീഷ്യസ് ഡ്രിങ്കാണ്. താങ്കൾ ചോദിച്ച സ്വന്തം എള്ളുണ്ട ഇതാണ് എൻ്റെ. ഞാൻ കഴിക്കട്ടെ? കഴിച്ചു, ധൈര്യമായിട്ട് കഴിച്ചു. ഇതുപോലൊരു എള്ളുണ്ട എൻ്റെ ജീവിതത്തിൽ സത്യം പറയാലോ ഞാൻ കഴിച്ചിട്ടില്ല. എള്ളുണ്ടയൊക്കെ നമ്മളിങ്ങനെ പൊട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു എള്ളുണ്ടയാണല്ലോ. ശബരിമലയിൽ സ്റ്റോൾ ഇടാവോന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാം, പക്ഷേ അരവണ പോലെ എൻ്റെ എള്ളുണ്ട മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായ എല്ലാം നന്നായി. പക്ഷെ ഇത് ഭയങ്കര ഹിറ്റാവും. ഇത് എല്ലാവരും ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എള്ളുണ്ടാന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഇതാണ് ഷെഫിനെ ഓർമ്മ വരിക. താങ്ക് യു. അതും തേങ്ങാപ്പീരയും ചേർത്ത് കഴിക്കണം. വെരി ടേസ്റ്റി. ഒരു കടിയും കൂടെ അവർക്കൊക്കെ കൊതി വരുന്നു. അതെ അതെ, ബോബനൊക്കെ ഇതിന്റെ ഫാനാണേ. ആണല്ലേ? ബോബൻ ഇതിനു വേണ്ടി വണ്ടിയും വിളിച്ച് കോട്ടയത്ത് വരും, എന്നിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടെ നമ്മളത് സെല്ല് ചെയ്യും ഷാപ്പിൽ.
ഇത് ഭക്ഷണം കഴിച്ചിട്ട് പറയും ഷെഫെ എള്ളുണ്ട് വരുന്ന എങ്ങനെ എത്ര വരാന്നറിയോ മിനിമം 20-25 രൂപ കേട്ടാ കടുത്തുരുത്തി കടുത്തിരുത്തി ഞങ്ങൾ വന്നു. അതെ അപ്പൊ എനിക്ക് കാണാൻ പറ്റിയില്ല അന്ന്. അതെ, കാണാൻ പറ്റിയില്ല. അപ്പൊ ഇത് കഴിച്ചത് താങ്കൾക്ക് തന്നെ. ഓക്കെ, പതുക്കെ കഴിക്കാം. വെരി ടേസ്റ്റി. താങ്ക് യു. ഇവിടെ ഇരിക്കട്ടെ, കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊരു അതും എള്ളെന്ന് പറയുന്നതും ഭയങ്കര ചൈതന്യമുള്ള ഔഷധപൂർണമായ ഒരു ഐറ്റമാണ്. ഇത് മലയാളികൾക്ക് അറിയില്ല പൊതുവെ. കാരണം അതുകൊണ്ടാണ് ശാസ്താവിന് എള്ള് തിരി നീരാഞ്ജനം കത്തിക്കണം എന്ന് പറയുന്നത് സമയദോഷം മാറാൻ. മനസ്സിലായില്ല? അതൊരു മെസ്സേജാണ്. എള്ളും നമ്മളുമായിട്ടുള്ള നമ്മളുടെ പല ശാരീരിക അസ്വസ്ഥതകൾക്കും എള്ള് ഒരു ശമനമാണ്. കഴിച്ചാൽ മതി. പ്രത്യേകിച്ചും ഹെയറൊക്കെ ഉള്ളതുകൊണ്ട് സിനിമയിൽ പിടിക്കാം. അതെ അതെ, നമ്മൾ പെട്ടെന്ന് ആഹാരത്തിലേക്ക് പോയി. അതെ, എള്ളുണ്ടയിലേക്ക് പോയി. അതെ അതെ. സിനിമ ഞാനിപ്പം ലാസ്റ്റ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് പ്രളയശേഷം രാസ്തയാണ് ലാസ്റ്റ് ഇറങ്ങിയ എൻ്റെ സിനിമ. തിയേറ്ററിൽ വരുന്ന പടമാണോ രാസ്ത? രാസ്ത ഓഡിയോ ചോദിച്ചാൽ ഒരു അറബിക് മൂവി പോലത്തെ, മീൻസ് മുഴുവൻ മസ്കറ്റിലെടുത്തൊരു മൂവിയാണ്. നല്ലൊരു സിനിമയാണ്. ഇതിപ്പം എനിക്കൊന്ന് ആമസോണിലുണ്ടെന്ന് തോന്നുന്നു. തിയേറ്ററിൽ ഞാൻ കണ്ടില്ല. തിയേറ്ററിലുണ്ട്. എന്താണ് നിങ്ങൾക്ക് ആശാജിയൊന്നും തിയേറ്ററിൽ വേണ്ടേ? അതെ അതെ. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വരട്ടെ. ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഒത്തിരി പെട്ടെന്ന് ഇങ്ങനെ മുന്നേറി പോകുന്ന ഒരാളല്ല. പതുക്കെയായിരിക്കും. ഇപ്പം പ്രകാശ് വർമ്മയ്ക്ക് വന്നാണ് ഒരു കിടിലം ബ്രേക്ക് ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമാണ്. കാരണം ഒരു ദൈവികത വന്ന് ചേരും. പക്ഷെ വർമ്മ സാറും ഷെഫും നല്ല മോശമായുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പം വർമ്മ സാറിനെ ഗോവ ഫിലിം ഫെസ്റ്റിവലിന് പോകുന്ന വഴിക്ക് പരിചയപ്പെട്ടായിരുന്നു. ഞാൻ പുള്ളിയെ റീസെൻ്റ്ലി വിളിച്ചത്. പുള്ളി ജ്യേഷ്ഠന് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കോൺവെർസേഷൻ അവിടെ കട്ടായി. അപ്പം എനിക്ക് ബ്രദേഴ്സ് പോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വന്നായിരുന്നു. എനിക്ക് വർമ്മ സാറിനെ ഒരു 16 വർഷം മുമ്പ് അറിയാം. അത് കഴിഞ്ഞ് ഷെഫിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്തായിരുന്നു. എന്നെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കും, 22 വർഷമായി ബെൻസേ. ഈ ഡയലോഗ് എന്നെ കൊണ്ട് പൊതുവെ പറയിപ്പിക്കായിരുന്നു. അപ്പം എന്നിട്ട് പിന്നെ പറഞ്ഞ് വർമ്മസാറിനെ കണ്ടിട്ട് പറഞ്ഞ് അടുത്ത ഇനി ഷെഫിനെ ഇൻഡസ്ട്രി കൊണ്ടുവരണമെന്ന്. ഞാൻ അതെ കൊള്ളാം. വർമ്മസാർ ഭയങ്കര ഫുഡ് മീൻസ് കുക്ക് ചെയ്യുന്ന ആളല്ലേ. എനിക്ക് നേരിട്ട് പരിചയപ്പെട്ടു. ഇനി പുള്ളിയെ നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. ഫുഡ് കഴിപ്പിക്കുകയും ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ പിന്നെയും സിനിമയിൽ നിന്ന് ചാടി. അതെ അതെ, പരസ്യത്തിലേക്ക് വന്നു. എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് സിനിമയിൽ ഇല്ല എന്നായിരുന്നു. അപ്പം ഇപ്പം പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിച്ച കാര്യം പറഞ്ഞു. അപ്പം ഈ സിനിമ റെക്കഗ്നൈസ് ചെയ്യാതെ പോകുമ്പം അപ്പം ആ നേരത്തെ പറഞ്ഞു കരയും എന്നൊക്കെ പറയുന്നു, മടുത്തു പോകത്തില്ലേ? എൻ്റെ പേരുമായിട്ടുള്ള എപ്പോഴും എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു വ്യക്തിത്വമാണ്. എൻ്റെ പേരുമായിട്ട് ഭയങ്കര സാമ്യമാണ് എൻ്റെ ക്യാരക്ടറിന്. ഞാൻ എല്ലാവരോടും പറഞ്ഞും കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ വിഷമിക്കുമ്പോൾ അതുമല്ല, ഇതും മാറും, ഇത് മാറിയിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നല്ലൊരു കാലം വരും, അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറയും. സങ്കടം വരും. എനിക്ക് ആ സിനിമ ഒരു അവാർഡിന് അയച്ചു എന്നറിഞ്ഞു. ഇത് ഇന്ന ഇതിൽ കാണുന്നുണ്ട്, ആൾക്കാർ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവസാന റിസൾട്ടിന് 1 മണിക്കൂർ മുമ്പേ ഈ സിനിമ 100-ൽ പോലും വന്നില്ല, ആരും കണ്ടില്ല എന്നറിഞ്ഞപ്പം നന്നായി എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു വിഷമം എന്നെ വല്ലാണ്ടൊരു 1-2 ആഴ്ച തളർത്തിയ ഒരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ഒരുപാട് ചിന്തിച്ചിട്ട് ഞാനൊരു നോട്ടൊക്കെ ഫേസ്ബുക്കിൽ എഴുതി. ഈ സിനിമ ഈ ജൂറി കണ്ടില്ല എന്നറിഞ്ഞതിൽ ഒരുപാട് സങ്കടം ഉണ്ടായി. അതും കേരള ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ കാണാത്ത ജൂറി എങ്ങനെ നോർമലായിട്ട് ഒരു സാധാരണക്കാർ ചെയ്യുന്ന സിനിമ, മീൻസ് ഒത്തിരി കൊമേഴ്ഷ്യൽ മൂവി അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒരു അവാർഡെന്ന് പറയുമ്പോൾ നമ്മൾ കൊമേഴ്ഷ്യലിലേക്ക് പോകരുതെന്നാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്ഥാനത്താണെങ്കിൽ ഞാനൊരിക്കലും ഒരു 100 കോടിയുടെ സിനിമയൊക്കെ കാണാം, പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണത്. നമ്മൾ ആർട്ട് മൂവി എന്ന് പറഞ്ഞാൽ അവാർഡെന്ന് പറയുന്നത് എന്താ, ആർട്ടിനെയും കൂടെ പരിഗണിക്കണം. സംതിങ് ടു ബി രജിസ്റ്റേർഡ്. there is a message. വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ ദിവസങ്ങൾ കൊണ്ട് സാധാരണക്കാരായ ആൾക്കാർ
ഇറക്കുന്ന സിനിമകളാണ്. അത് അവർ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ലോഹിത് സാറിൻ്റെ മോനാണ് ക്യാമറാമാൻ. അത് ആ പയ്യൻ്റെ ആദ്യത്തെ സിനിമ ലോഹിത് സാറിൻ്റെ. അതേപോലെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആണ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ. യെസ്. അപ്പോൾ അദ്ദേഹം 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടാമത് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഒത്തിരി പേരുടെ പ്രതീക്ഷകളാണ് ഒരു സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ നമുക്ക് അവരൊക്കെ ഒത്തിരി സങ്കടത്തിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ ഒരു 12 വർഷം ഒരു ഡയറക്ടറുടെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരെക്കാളും ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ മാക്സിമം ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഗവൺമെൻറ്റിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്ത് അവർ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് തന്നു. തിയേറ്ററിൽ, കൈരളി തിയേറ്ററിലെ പല സ്ഥലത്തും റിലീസിന് സജി ചെറിയാൻ സാറ് നമുക്ക് അതൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്ന ഒരു സിനിമയാണ്. അപ്പം നമുക്ക് നമ്മുടെ സിനിമ അവാർഡ് അത് വേറെ, നമ്മുടെ സിനിമ കാണുക, ആ 35 വന്നിട്ടുണ്ടോ എന്നൊക്കെ വന്നിട്ടില്ല കണ്ടിട്ടില്ല എന്നറിയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും വഴിയെ നമ്മൾ അറിയുമല്ലോ കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, ലോഹിതദാസ് സാറിനെ പോലത്തെ ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ശിഷ്യന്മാർ, മകനാണെങ്കിലും ശിഷ്യന്മാർ ചെയ്തതിനകത്ത് എന്തുണ്ട് എന്നൊന്ന് കാണുക എന്ന് പറയുന്നതൊരു, അവരെല്ലാം അധ്യാപകരോടായിരുന്നു. സിനിമയുടെ ഡയറക്ടർ ഡ്രാമ പഠിപ്പിക്കുന്ന അധ്യാപകൻ വർഷങ്ങളായിട്ട്. എത്രയോ ഇപ്പം മെയിനായിട്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാരെ സിനിമ അഭിനയം പഠിപ്പിച്ച അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ബ്രദറ് കോ ഡയറക്ടറായിട്ട് നിൽക്കുന്ന ആൾ ഡബ്ബിങ്ങിൻ്റെ അധ്യാപകൻ. അവരെല്ലാം അങ്ങനെ ഒരു സ്കൂളായിരുന്നു അത്. അപ്പോൾ എനിക്ക് ആ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ പഠനമായിരുന്നു. 17 ദിവസം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫിലിം സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന പോലെ എന്നെ ഒരു ചെറിയ കുട്ടിയെ പോലെ ഇരുന്നായിരുന്നു പഠിപ്പിച്ച് എന്നെ. എന്നാൽ എന്നെ ഒരു ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടേ ഇല്ല. വഴക്കൊക്കെ പറയാറുണ്ട്, ആശ അങ്ങനെയല്ല ചെയ്യേണ്ട, ആശയ്ക്ക് ഇത്ര ഏജായി, ഇത് ആശയല്ല പ്ലെമേനയാണ് അന്ന് പറഞ്ഞ് എന്നെ ചെയ്യിച്ചതാണ്. അപ്പം എനിക്കും വളരെ ഞാൻ കോൺഷ്യസ് ആയിരുന്നു ആദ്യത്തെ 2 ദിവസം. പിന്നെ നമ്മളും ആ ഒരു ക്യാരക്ടറായി വരും. എൻ്റെ നാട് കോട്ടയം, ഞാൻ കാണുന്ന അമ്മച്ചിമാർ. ഞാൻ ആ സിനിമ കാണുമ്പോൾ ഏറ്റവും ആദ്യമേ എൻ്റെ ചിന്തയിലോട്ട് വന്നത് എൻ്റെ വല്യമ്മച്ചി തന്നെയാണ്. 10 മക്കളെ വളർത്തി കൊച്ചുമക്കളെ നോക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടൊരു ലേഡി. പിന്നെ എനിക്ക് ബോബനും മോളിയും അതിനകത്തൊരു അമ്മച്ചിയില്ലേ, ആ അമ്മച്ചി ഞങ്ങളെ നോക്കാൻ വേണ്ടി പിന്നെ ടോമങ്കിളുടെ വീട്ടിൽ നിൽക്കുന്ന ബ്രേക്കുള്ള സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പോൾ ഈ നായുടെ കൂടെ ആ കഥ വായിച്ചിട്ടുണ്ടല്ലോ, ആ അമ്മച്ചി ഒരു പ്രത്യേക ക്യാരക്ടർ. അവർ എഴുതുന്നതിനേക്കാളും സ്ട്രോങ്ങാണ്. മനസ്സിലായി. റോസമ്മ അമ്മച്ചി എന്ന അമ്മച്ചിയുടെ പേര്. അപ്പോൾ എൻ്റെ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ ചെറുപ്പകാലം ഒക്കെ അമ്മച്ചി എൻ്റെ വീടും ഞാനുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ അവരുടെ ഒരു നടക്കുന്ന സ്റ്റൈല്, അവരുണ്ടാക്കുന്ന ഒരു ഫിഷ് മോളിയുണ്ട്. അപ്പോൾ അവരുടെ ആ കറിയുടെ ഒരു ടേസ്റ്റ് കാണിക്കില്ല, അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് എന്നാ ചേർക്കുന്നതെന്നൊക്കെ കാണിക്കാതെ ഒരു ട്രിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവരാ ഇതും പിന്നെ നമുക്ക് വിളമ്പി ഇത്രയും പേർക്കൊള്ളുമ്പോൾ അവരാ കറി അളവിൽ ഓരോരുത്തർക്ക് ഇച്ചിരി ആമ്പിള്ളേർക്ക് കൂടുതൽ കൊടുക്കും. അപ്പം ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെ ഒത്തിരി അവരെയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പം നമുക്ക് ആ ഡയറക്ടർ പറയുമ്പോൾ മനസ്സിലാവും ഇവരാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അവർ നമ്മളിലേക്ക് പതുക്കെ വരും. അപ്പം അങ്ങനെയാണ് ഞാൻ ഭയങ്കര ആസ്വദിച്ചു ഇഷ്ടപ്പെട്ടും ചെയ്ത സിനിമ തന്നെയാണത്. ഇത് വിടാറായില്ലേന്ന് പലരും എന്നോട് ചോദിക്കും ഇതിനെപ്പറ്റി പറയുമ്പം. ഞാൻ പറയാം അതെങ്ങനെ വിടും, ഇത് നമ്മൾ 17 ദിവസം ഷൂട്ടല്ലേലും 3 വർഷം കൊണ്ടാണ് ആ സിനിമ ഒന്ന് തിയേറ്ററിന് കാണിക്കാനൊത്തത്. അപ്പം അത്രയും നാളത്തെ നമ്മുടെ ഒരു ജേർണിയായി സിനിമയെപ്പറ്റി സംസാരിക്കുക, ഇതിൻ്റെ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം, അത് പെട്ടെന്നുള്ളവർക്ക് അത് മറക്കും. ഇതിനെപ്പറ്റി ലോഹിതദാസ് സാറിൻ്റെ മകനും ശിഷ്യൻ നമുക്ക് എന്താ പറഞ്ഞ, ഡയറക്ടർ സാറൊക്കെ എന്താ പറഞ്ഞത്? ലോസാറിൻ്റെ പിന്നെ അവരോട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. ലോസാറിൻ്റെ മോൻ എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ടൊരു ഒരു മോനാണ്. അവന് അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും പേര് ഹരികൃഷ്ണൻ ലോഹിതദാസ്. അവൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല. അവൻ അടുത്ത കാര്യം, കാരണം ആ കുട്ടിക്ക് അറിയാം സിനിമ എങ്ങനെയാണ്, മച്ചുവേർഡാണ്. പക്ഷേ അവനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് മനോജേട്ടൻ എന്ന് പറയുന്ന ആൾ, ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ 12 വർഷത്തെ കാത്തിരിപ്പ് 2010-ലാണെന്ന് തോന്നുന്നു, അതോ 11-ലാണോ ഒരു സിനിമയാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ ചെയ്യുന്നത് ഈ 2023-ലാണ്. അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണി ഉണ്ടല്ലോ, അതുവരെ ഈ നമ്മുടെ യുവജനോത്സവത്തിനെല്ലാം നാടകം പഠിപ്പിച്ച് കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് മേടിപ്പിക്കുക, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്.
അപ്പം അത് ശ്രദ്ധിക്കാതെ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടാക്കി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ പോലെ തന്നെ വിഷമമുണ്ടാക്കിയ ഒരാൾ ഞാനുമായിരിക്കണം, വേറെ ആർക്കും അത്രയും. ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോട്ട് എഴുതിയിട്ടെന്ന് പറയുന്നത് പൊതുവേ ഇതൊക്കെ നിന്ന് ഏറിപ്പോവുക, വൈറലാവുക, കത്തുക, അങ്ങനെ ആരെങ്കിലും ഈ നോട്ട് കണ്ടിട്ട് ഒന്ന് സഹതപിച്ചിട്ടാണെങ്കിലും ആശ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു. വിളിച്ചു മെയിൻ ആർട്ടിസ്റ്റൊക്കെ വിളിച്ചു. അത് തന്നെ ഒരു വലിയ റെക്കഗ്നിഷനാണ്. വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനിപ്പോൾ അമ്മയുടെ 17 പേരിൽ EC മെമ്പറിൽ ഒരാളാണല്ലോ. അപ്പോൾ അതിനകത്ത് കുക്കു ചേച്ചി പോലുള്ള ആൾക്കാരോട് നമ്മൾ എൻ്റെ വിഷമം കുക്കു ചേച്ചിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറയുന്നത് ആശ അതിങ്ങനെ ഉണ്ടാവും, നമ്മൾ വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതുകൊണ്ടാണ് ആശനെ അത്രയും അത് മനസ്സിലേക്ക് ഇത്രയും വിഷമമായിട്ട് വന്നത്. എപ്പോഴും സിനിമ ചെയ്യുന്നവർക്ക് അങ്ങനെ. ഞാൻ പറഞ്ഞു ശരിയാ ചേച്ചി, എപ്പോഴും സിനിമ ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. മനസ്സിലായി. അവർക്ക് സിനിമ ഒരു എപ്പോഴും സിനിമ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരതൊരു ബിസിനസ്സായി മാറും. നമ്മൾ വല്ലപ്പോഴും ചെയ്യുമ്പോൾ നമുക്കതൊരു ബിസിനസ്സിനേക്കാളും അല്ലെങ്കിൽ ഒരു ഇതിനേക്കാളും ഉപരി നമ്മുടെ അതൊരു മനസ്സിലോട്ട് അത് വല്ലാണ്ട് വരും. അത് ഞാൻ സെൻട്രൽ ക്യാരക്ടർ മെയിനായിട്ട് ഞാനാണ് അതിനകത്ത്. അപ്പം അത് എന്നെ സംബന്ധിച്ചോടെ ഒരു ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു ട്രോമ ഉണ്ടാക്കിയതാണ്. ഇവരൊക്കെ കണ്ടോ ഈ സിനിമ? ഇവരെല്ലാം കുറേ പേര് അതിനകത്ത് കണ്ടു. അപ്പം ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പം ചാൻസ് ചോദിക്കില്ല, കിട്ടിയാൽ പോയി അഭിനയിക്കും, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അരവിന്ദ് മസ്കറ്റിൽ സുഹൈൽ ഭവാൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അരവിന്ദിൻ്റെ ജോലിയായിട്ട് വളരെ ബിസിയാണ്. അരവിന്ദ് അങ്ങനെ നമ്മളെപ്പോഴും ഇതിനെപ്പറ്റി പറയുമ്പോൾ വിഷമിക്കണം, അടുത്ത് വരട്ടെ, അതൊക്കെ ഇപ്പം നമ്മൾ എന്നുവെച്ചാൽ ഇനി ഒരു 3 മാസം വരെ ഞാൻ ബിസിയാണ്. അത് കഴിഞ്ഞാൽ ഞാനൊരു ഫ്രീയാണ്. എന്നുവെച്ചാൽ മോള് +2 കഴിയുന്നു. പിന്നെ മോളുടെ കാര്യങ്ങളിലായിരുന്നല്ലോ നമ്മളെപ്പോഴും ഇൻവോൾവ്. ഒറ്റ മോളേ ഉള്ളൂ. അപ്പോൾ ഇനിയാണ് എനിക്ക് ഈ പറയുന്ന ട്രോമയൊക്കെ വരാൻ ചാൻസസ് ഉള്ളത്. ഇപ്പം ഷെഫ് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇനി സാഡായിട്ട് വരണമെങ്കിൽ അതിന് ചാൻസസ് ഇനിയും ടൈം ഉള്ളത് ഇനി. പൊതുവെ ബാക്കിയുള്ളവർ ചെയ്യുന്ന കണക്ക് വല്ല സ്കൂൾ സ്റ്റാർട്ട് ചെയ്തൂടെ? അല്ലേ, കാരണം നന്നായിട്ട് ഫാഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സിനിമ മാത്രമല്ലല്ലോ, കാരണം ഇപ്പം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രി നമ്മളെ തിരിഞ്ഞ് നോക്കുക, നമുക്കൊരവസരം തരിക, പല ഡയറക്ടേഴ്സിൻ്റെയും മനസ്സിൽ രജിസ്റ്റർ ആവുക. പിന്നെ ഈ പറഞ്ഞ കണക്ക് താങ്കൾക്ക് താങ്കളുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ഡിഗ്നിറ്റിയും കൂടെ എടുത്തുകൊണ്ട് കെയർ ചെയ്തുകൊണ്ട് വേണം ചാൻസസിന് അവരും അപ്രോച്ച് ചെയ്യാനായിട്ട്, അല്ലേ? അപ്പം എൻ്റെ ചോദ്യം, ഈ ഇൻഡസ്ട്രി മാത്രം നോക്കി നിൽക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഞാനങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം ആഫ്റ്റർ കോവിഡ് ഒരു ബുട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഓൺലൈൻ ബുട്ടീക്ക്. പേര് റൂഹ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട്, പക്ഷെ ഞാൻ കൂടുതലും വാട്സപ്പിലാണ് കുറച്ചുകൂടെ. ഇൻസ്റ്റഗ്രാമൊക്കെയാണ് ഈ പറഞ്ഞ തന്ത വൈബൊക്കെ വിടണം, എന്നാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വേണം, പിള്ളേരൊക്കെ കാണട്ടെ. അതെ, ഇനിയും ഷെഫ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ആക്റ്റീവ് ആവും ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞേ, ഓരോരുത്തർക്കും ദൈവം അനുഗ്രഹിച്ചു കൊടുത്തത് കുറവാണ്, എല്ലാം നേടിയെടുക്കുക ചെയ്യുന്നത്. അതെപ്പോഴും ഓർത്തോണം. പ്രകൃതി അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഒരു ടാലൻറ്റ് തന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഷോക്കേസ് ചെയ്യുന്നില്ല? അപ്പം തിരിച്ചവിടെ ചെല്ലുമ്പോൾ പറയും, ഞാൻ പണ്ട് ഇൻസ്റ്റഗ്രാം ഇട്ടു, നീ അവിടെ പോയിരുന്നു, ഞാൻ ഫേസ്ബുക്ക് ഇട്ടു, നീ അവിടെ പോയിരുന്നു. മനസ്സിലായില്ല? അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോം, ഇപ്പം ഒരു ശരാശരി ഷെഫായിരുന്ന എൻ്റെ കാര്യം തന്നെ എടുത്താൽ, എന്നെ വളർത്തിയത് സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കളുമാണ്. അല്ലാണ്ട് ഇപ്പോഴാണ് ഇൻഡസ്ട്രിയൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കിയതും നമ്മൾക്ക് അവസരങ്ങൾ കിട്ടുന്നതും. ഇൻഡസ്ട്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചോളം എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നതും. നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത്, എടാ നിനക്ക് ഇത്രയും ഫോളോവേഴ്സൊക്കെ എങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്, പുള്ളിയുടെ ഹാൻഡിൽ ജർമ്മനിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അപ്പം ഞാനിതൊക്കെ വിശ്വസിച്ചു, കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്കറിയില്ലല്ലോ ജർമ്മനി, കാരണം പുള്ളിക്ക് ഏകദേശം 200K+ ഫോളോവേഴ്സ് ഉണ്ട്. അത് അന്ന് എനിക്ക് എങ്ങാണ്ട് 500 ഫോളോവർ എങ്ങാണ്ടുള്ള സമയമാണ്. അപ്പം ഞാൻ നോക്കുന്ന നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കടുത്ത് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ റെഗുലറായിട്ട് ഇടുക, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഇടുക, അതിൻ്റെ ആൽഗരിതം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അപ്പം എൻ്റെ ചോദ്യം, ആശാജിക്ക് എന്തുകൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒരു തന്ത വൈബിൽ നിന്ന് പുറത്തു വന്നു? ആൾക്കാരെന്ത് വിചാരിക്കും, ആ ഒരു ചിന്ത എനിക്ക് ഭയങ്കരമുണ്ട്. ദൈവം, ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിപ്പോവുക, അല്ലെങ്കിൽ എൻ്റെ താഴെ വന്നിട്ട് മോശം കമൻറ്റ് ഇടുക, അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോസ് മസ്റ്റ് കാണണം.
70,000 കമൻസിനകത്ത് ഒരു 30,000 തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയാണ്. എന്നിട്ട് ഞാനിരിക്കുന്നില്ലേ? ഈ വിഷയം അതായിരിക്കാം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ എഫക്റ്റ് അറിയുന്നത് അത് പിടിച്ച് ഞെവിടുമ്പോഴാണ്. അതിനകത്ത് പേരയ്ക്ക ജ്യൂസ് വന്നിട്ട് പിന്നെ അതിനെ ഓറഞ്ച് എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഒരാൾ പിടിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്യാരക്ടർ ഷോക്കേസ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അൺടിൽ അതർവൈസ് യു ആർ ഇൻ എ കംഫർട്ട് സോൺ വേർ യു ആർ തിങ്കിങ് യു ആർ ആൻ ഓറഞ്ച്. സോ സംബഡി ഹാസ് ടു എക്സ്ക്യൂസ് സോ യു ക്യാൻ ഷോക്കേസ് യുവർ പെർഫെക്ഷൻ. അപ്പം ഈ ബസ്സിൻ്റെ പിറകെ പട്ടി പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഈ ജീപ്പൊക്കെ പോകുമ്പോൾ, സ്കൂട്ടറൊക്കെ പോകുമ്പോൾ പട്ടി കൂടെ പിടിക്കും കണ്ടിട്ടുണ്ടോ? എന്തോ കാര്യമെന്ന് അറിയോ? അറിയില്ല. അതേപോലെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ബാക്കിലവന്മാർ പിടിക്കുന്നത്. നമ്മളെന്തിനാ അറിയേണ്ടത്? നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. അതിൽ അവിടം വരെ കുറച്ചുകൊണ്ട് വരും. ഞാൻ അവിടെ ഇറങ്ങി നിന്നിട്ട് എന്തിനാടാ പട്ടി നീ എന്നെ നോക്കി കുരയ്ക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഞാൻ എത്തൂ അല്ലേ? പട്ടിയുടെ ജോലി ചെയ്തല്ലേ പറ്റൂ അല്ലേ? അതിൻ്റെ അർത്ഥം ഞാൻ ജീപ്പ് ചവിട്ടി നിർത്തിയിട്ട് മോനെ നീ എന്തിനാടാ എന്നെ നോക്കി കുരയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അത്രേ ഉള്ളൂ സോഷ്യൽ മീഡിയ. വൺസ് യു ബിക്കം എ പബ്ലിക് ഫിഗർ they have to be judgmental. That doesn't mean that you are right or you are wrong. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോൾ സരിത ജയസൂര്യ ബുട്ടീക്ക നടത്തുന്ന എന്നാ പ്രൊമോഷനാ അല്ലേ? So if she can do it, why can't you do it? You have done so much of ads അല്ലേ? And you are basically carrying yourself in this age in a better. ഷെഫ് ചോദിക്കുമ്പോഴാണ് ഞാൻ തന്നെ ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും പരസ്യം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ അങ്ങനെ ചിന്തിക്കാറ്. ഈ പറയുന്നത് നമ്മളെയൊക്കെ ലൈഫിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്നാണ്. അപ്പം അതേ ചോദ്യമാണ് ഈ പ്രത്യക്ഷപ്പെടുന്നത് അറിയാനൊരു ഭാഗ്യം വേണ്ടതെന്നാണ് അല്ലേ? 24 മണിക്കൂറും 365 ദിവസവും ചാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തലയുടെ മേളിൽ കൂടെ ദൈവത്തിന് മിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ലൈഫ്. ഇത്രയും എൻഗേജ്ഡാണ്. അപ്പോൾ നമ്മളെ ലൈഫിൽ അറിവിനേക്കാൾ വലുതാണ് തിരിച്ചറിവുകൾ. അപ്പോൾ താങ്കളുടെ ഇൻസ്റ്റഗ്രാം, താങ്കളുടെ ഫേസ്ബുക്ക്, താങ്കളുടെ സോഷ്യൽ മീഡിയ, എനിക്ക് 100% ഉറപ്പാണ് നമ്മളുടെ കേരള ജനതയ്ക്ക് താങ്കളുടെ ഫേസ് ഭയങ്കര ഇഷ്ടമാണെന്നും താങ്കളെ അടുത്ത ലെവലിലേക്ക് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അവർക്കും ആഗ്രഹമുണ്ട്. എത്രയോ പെൺകുട്ടികൾക്ക് താങ്കൾക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഇന്ന ആഡ് ഞാൻ ഇങ്ങനെ ചെയ്തു, അതിനകത്ത് ഞാനിപ്പോൾ ഈ പറയുന്ന 80 വയസ്സ്, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ 80 വയസ്സായിട്ട് അഭിനയിച്ചു. ഇപ്പം ഞാൻ മണികണ്ഠനുമായിട്ടൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. മണികണ്ഠൻ ഇപ്പം ചാവറ സ്കൂളിൽ ഒരു ആക്ടിങ് സെഷൻ കൊടുക്കാൻ പോയി. ഞാൻ പറഞ്ഞു വൈക്കാണ്ട് നാഷണൽ അവാർഡ് വിന്നറാണ്. എൻ്റെ അത് പറഞ്ഞിപ്പോൾ സിനിമ എന്നെ അറിയുന്നില്ല. അപ്പോൾ ഇപ്പം കംപ്ലീറ്റ് ഫിലിംസ് എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ എൻ്റെ അത് കഴിഞ്ഞ ദിവസം വെച്ചിട്ട് ഞാൻ അശാനെ ഞാനിപ്പോൾ ഭയങ്കര റിച്ചാണ്, എനിക്ക് കന്നഡ സിനിമയൊക്കെ, അപ്പോൾ ഈ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതേപോലെ മലയാളം മൂവിയാണോ ചെയ്തത്? ഇപ്പം മലയാളം മൂവി 2 തവണ കമ്മിറ്റഡായി. ഇപ്പോൾ തെലുങ്ക് സിനിമ ഒരു ബിഗ് ടൈം മൂവിയിൽ ഹൈദരാബാദിലൊക്കെ പോയി എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു പുള്ളിക്കൊരു ഗുരുത്വവും കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യം. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, ഞങ്ങൾ അടുത്ത് താമസിക്കുന്നതും ആണല്ലേ. എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പം ആശാജിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഭയങ്കര പ്രൗഡാണ്. ബിക്കോസ് ബീങ് എ വുമൻ ഹാൻഡിലിങ് സച്ച് എ സക്സസ്, even though it is success or not success, it's up to us അല്ലേ? You are successful in your own world അല്ലേ? അപ്പോൾ ഈ സട്ടിലായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് പലരും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഴുതരാഗത്തി പാടാറുണ്ട് അല്ലേ? എന്നിട്ട് അത് ഇംഗ്ലീഷ് പാട്ടാണെന്ന് പറയാറുണ്ട്. ശരിയല്ലേ? ഈ പാട്ട് സഹിക്കുന്ന നാട്ടുകാർ എത്ര ചീത്ത വിളിച്ചാലും പാട്ട് നിർത്താത്തവരും അഭിനയം നിർത്താത്തവരും ഉണ്ട് അല്ലേ? അപ്പം കാരണം അവരുടെ വായിൽ നിന്നും അവരെ സംബന്ധിച്ചിടത്തോളം SPBയും യേശുദാസും മൈക്കിൾ ജാക്സണും ഒക്കെയാണ് വരുന്നത്. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അല്ലേ അതിനെ ഒരു വിലയിരുത്താൻ പറ്റും. വിലയിരുത്തുന്നത് ചിലപ്പോൾ വില വയ്ക്കാറുമില്ല. അപ്പം എനിക്ക് ആശാജിയുടെ അടുത്ത് പറയാനുള്ളത്, ആശാജിയുടെ ഈ ഒരു ട്രാവൽ ജേണിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ബീങ് എ ഷെഫ്. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ നല്ല റെസിപ്പി ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഈ എള്ളുണ്ട ഇത്രയും മനോഹരമാവുന്നതിൻ്റെ റീസൺ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം താങ്കളിൽ ആ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി ഗിഫ്റ്റായിട്ടുണ്ട് അല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കി ലൈഫിലോട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടാണ്. തിരിഞ്ഞു നോക്കി ഭയങ്കര മോട്ടിവേഷൻ ആയി പോയി.
ഇപ്പം ഞാൻ ഓർക്കാറുണ്ട്, അയ്യോ ഒരു 10 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെയായിരുന്നു, അന്ന് ചെയ്യേണ്ടതായിരുന്നു. അല്ലേ? ഓർക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ 2026 എന്തൊക്കെയാണ് പ്ലാൻസ്? ഇനി ചോദിക്കാമല്ലോ. അതെ അതെ, ഇനിയും ഷെഫ് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ കുക്കിങ്ങിൽ നല്ല ടാലൻറ്റഡ് ആണ്. ഷെഫിൻ്റെ അത്ര ഇല്ലെങ്കിലും നമ്മൾ നാടൻ ഫുഡിലൊക്കെ പിടിച്ചു നിൽക്കും. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളും എൻ്റെ സാരിയുടെ ഒരു ഇതുമൊക്കെ ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അടുത്ത വർഷം ഇതേ ദിവസം കാണുമ്പോൾ ഒരു കൺസൾട്ടൻറ്റ് ആയിരിക്കണം, ഒരു ഫാഷൻ അല്ലെ, ഒരു ഫാഷൻ സ്റ്റോറി അല്ലെങ്കിൽ ഡിസൈൻ സ്റ്റൈൽ കൺസൾട്ടൻറ്റിനെ ആയിരിക്കണം ഒരു ഇൻഡസ്ട്രിയിൽ. അതെ, ഫിലിം വന്നു ചേരട്ടെ, സിനിമകൾ വന്നു ചേരട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നു ചേരട്ടെ. വേറെ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഇതൊരു നോർമൽ ഒരു സംസാരം പോലെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പോലെയല്ല എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഞാനിങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും എനിക്ക് ഒന്നുകൂടെ തിങ്ക് ചെയ്യാനുള്ള ഒരു വേദി പോലെയായിരുന്നു. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ഇനി എൻ്റെ. ഈ ഫുഡൊക്കെ എന്തോ കഴിക്കുന്നത്? ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഫുഡ് വല്ലതും ഉണ്ടോ? ഞാൻ നോർമൽ ആഹാരങ്ങളെല്ലാം കഴിക്കുന്നത്. എന്നാലും പ്രിയപ്പെട്ട ഫുഡ് ചോറും ചമ്മന്തിയൊക്കെ? ചോറ്, പുളിശ്ശേരി, ബീഫ്, തോരൻ, അങ്ങനത്തെ. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക? സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണ്. ഇപ്പം നല്ല മടിയുണ്ട്, എങ്കിലും എനിക്കിതെല്ലാം കുക്ക് ചെയ്യാൻ അറിയാം. ഫ്രീ ടൈമിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ നല്ലതായിട്ട് ഉറങ്ങും. ഉറങ്ങാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഉള്ളത് ഭയങ്കര സംഭവം, ആൾക്കാർ ചിരിക്കുന്നത്. എത്രയോ ആൾക്കാർ ഇല്ലാതെ എന്നാൽ എല്ലാം കഴിഞ്ഞില്ലേ. ഞാൻ നല്ല ഭയങ്കര ഹോബിയാണ്. നിങ്ങൾ ആശയുടെ നിന്ന് പ്രത്യേകം പഠിക്കേണ്ടതാണ്. നന്നായിട്ട് ഉറങ്ങും, എനിക്കത് ഇഷ്ടപ്പെട്ടു. നന്നായി പ്രാർത്ഥിക്കും. രണ്ടാമത്തത് പിന്നെ ഭക്ഷണം ഒത്തിരി കഴിക്കാറില്ല, ആവശ്യത്തിന് കഴിക്കും. പിന്നെ ചായ എനിക്ക് ഫേവറേറ്റ് ആണ് ചായ. അതൊക്കെയാണ് എൻ്റെ വളരെ പ്രാക്ടീസ് അങ്ങനെയുള്ള പരിപാടികൾ കുറെ കാലമായിട്ടില്ല. അത് നിർത്തി വെച്ചിരിക്കും. അത് നിർത്തി. മഞ്ജു ചേച്ചിയൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ട് അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ശോഭന ചേച്ചി ഇപ്പോഴും ഉണ്ട്. ശോഭന ചേച്ചി മഞ്ജു ചേച്ചി ഒന്ന് വെച്ചിട്ട് അതിനിപ്പോ എന്താ, അവരും ആക്ട്രസ്സുകളല്ലേ. അവരിപ്പോ താങ്കളുടെ അത്രയും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. അതും ഇൻ്റർനാഷണൽ ലെവലിലൊന്നും ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. ചെയ്തിട്ടുണ്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. അവർക്കൊന്നും ഞാൻ ധോണിയായിട്ട് ഇതുവരെ ആശാ ശരത്തിനെയോ ശോഭന ചേച്ചിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാം അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം പിന്നെ അതൊക്കെ ഒരു ഗിഫ്റ്റ് അല്ലേ. അപ്പം നമ്മൾക്കിടുന്നൊരു മാർക്കുണ്ട് അല്ലേ. ആ മാർക്ക് വളരെ പൂറാണ് ആശ ഇട്ടിരിക്കുന്നത്. അതെ, ആശ മിനിമം 100ൽ ഒരു 85 ഒക്കെ ഇടണം. ഞാൻ നോക്കുമ്പോൾ 25 സ്വന്തമായിട്ട് ഇട്ടിട്ടേ ഞാൻ ജസ്റ്റ് പാസ്സാ. അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം അല്ലേ. ആശാ ശരത്തിൻ്റെ ഒക്കെ സ്റ്റേജ് ഷോസ് നടക്കും. ഇപ്പം നവ്യ നായർ തിരിച്ചു വന്നു അല്ലേ. ഡാൻസ് പ്രോഗ്രാംസൊക്കെ ചെയ്യുക, ഒരു നല്ല ഡാൻസ് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ജനങ്ങൾക്കൊരു ഉപയോഗപ്പെട്ട ഇടയ്ക്കൊക്കെ ഉറക്കം ഇച്ചിരി കുറയ്ക്കാം. അതെ, പ്രാർത്ഥനയുടെ ഫലമൊക്കെ ആയിട്ടായിരിക്കും ഈ പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തത്. ജനങ്ങളുടെ പ്രാർത്ഥന. ആശാജിയുടെ ഒരു ക്ലാസ്സിൽ പോയി നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്നെ കാണുമ്പോ, പുറത്തുനിന്നുള്ള ആൾക്കാർ ഇപ്പൊ എന്താ ഒന്നും ചെയ്യാതെ, കാണുന്നേ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. തിരക്കാ. ഇന്നലെ ഉറങ്ങിയത് തന്നെ 8 മണിക്കൂറായി പോയി. അതെ, എള്ളുണ്ടൊക്കെ അടിപൊളി. ഇതിനകത്ത് തേങ്ങ നല്ലതായിട്ട് ചേർക്കുന്നുണ്ടല്ലേ. ഞാൻ കണ്ടുപിടിച്ച് ഓരോന്നൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വീട്ടിലെല്ലാവരും അന്വേഷിച്ചായി പറയാം. ഉറക്കമൊക്കെ ഉറങ്ങുന്ന പറയണ്ടായിരുന്നു. ആശാജിയുടെ രണ്ട് പ്രയത്നങ്ങളാണ് നമ്മളോട് അറിഞ്ഞത്. ഉറങ്ങാൻ, പ്രാർത്ഥിക്കുക. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ട് ബാക്കി നന്നായി ഞാൻ പാക്ക് ചെയ്ത് തരും. മോൾക്ക് കൊടുക്കുക. മോളുടെ പേര് എനിക്ക് 2 തരുന്നുള്ളൂ. 2 വരാ. മോളുടെ പേര് അമ്മു എന്നാ വീട്ടിൽ വിളിക്കാം. ഒഫീഷ്യൽ നെയിം അക്ഷയ. നമ്മൾ അക്ഷയ തൃതീയായിട്ടെന്നാ ഉണ്ടായ. അതെ, അപ്പോൾ എൻ്റെ പ്രത്യേക അന്വേഷണം പറയാ. ഹസ്ബൻഡിന്റെ പേര് അരവിന്ദ്. അതിപ്പോൾ ആശ അരവിന്ദ് എന്നാണ്. പുള്ളി നാട്ടിൽ വരുമ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനൊക്കെ വരിക. അപ്പോൾ ഈ വർഷം തീരുന്നതിനകത്ത് ഒരുപാട് സിനിമകൾ വന്ന് ചേരട്ടെ. ഒരുപാട് നല്ല നല്ല ഡിഫറൻസസ് താങ്കൾ തന്നെ താങ്കളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ, അത് കാണാനും ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. That was a fabulous conversation with you actually.
താങ്ക് യു. ഒരുപാട് എൻ്റെ സന്തോഷം. ഹസ്ബൻഡ് ഭയങ്കര ഫുഡിയാ. ആണല്ലേ? വാ കൊണ്ടുപോവാ, ഒരു വഴിക്കാക്കി കൊടുക്കാം. അതെ അതെ, പിന്നെ പറയും ഷെഫ് ഐ ലവ് യു എന്ന് പറയും. അപ്പോൾ ഷൈൻ വിത്ത് നളൻ. ബൈ.